നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഭരണപക്ഷത്തെ തർക്കങ്ങളൊക്കെ തീർന്നു, പക്ഷേ പ്രതിപക്ഷത്ത് തർക്കം തീരുന്നില്ല. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയാണ് തർക്കം. നിയമസഭാ ചട്ടങ്ങളിൽ ഒരിടത്തുമില്ലാത്ത പദവിയെ ചൊല്ലിയാണ് തർക്കമെന്നതാണ് കൗതുകം. എന്നാൽ 2006 മുതൽ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കുകയും സ്പീക്കറടക്കം ഉപനേതാവ് എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്യാറുണ്ട്. സാങ്കേതികമായി ഇല്ലെങ്കിലും ഫലത്തിൽ അങ്ങനെ ഒരു പദവിയുണ്ട്. ഉപനേതൃസ്ഥാനത്തിന് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPI അവകാശവാദം ഉന്നയിച്ചതാണ് തർക്ക കാരണം. പദവി വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിലാണ് CPM. സാധാരണ നിലയിൽ ആദ്യ സഭാ സമ്മേളനത്തിന് മുമ്പായി ഭരണ പ്രതിപക്ഷ മുന്നണികൾ നിയമസഭാ കക്ഷി യോഗം വിളിച്ച സുപ്രധാന പദവികളിൽ തീരുമാനമെടുക്കും. എന്നാൽ സ്പീക്കർ തെരഞ്ഞെടുപ്പും നയപ്രഖ്യാപന പ്രസംഗവും കഴിഞ്ഞിട്ടും ഇടതുമുന്നണി നിയമസഭാ കക്ഷി യോഗം ഇതുവരെ വിളിച്ചിട്ടില്ല. വൈകിയാണെങ്കിലും CPM നിയമസഭാ കക്ഷി യോഗം ചേർന്ന് നിയമസഭാ കക്ഷി സെക്രട്ടറിയായി സജി ചെറിയാനെയും വിപ്പായി മുഹമ്മദ് റിയാസിനെയും തെരഞ്ഞെടുത്തു. പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ തീരുമാനം എടുത്തിട്ടുമില്ല. എന്തായാലും തർക്കം തുടരുകയാണ്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളുമടക്കം തീരുമാനിച്ച് UDF ഭരണം മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷ ഉപനേതാവിൽ അപ്പോഴും തീരുമാനമുണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുന്നില്ല. ഇത് നാണക്കേടാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. നേരത്തെ കേൾക്കുന്നില്ല. കിള്ളിപ്പാലത്ത് നിന്ന് മഹിയാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ മഹി, ഭരണപക്ഷത്തെ മന്ത്രിയെ തീരുമാനിച്ചു, മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിച്ചു, മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. അപ്പോഴും പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഈ തർക്കം ഇപ്പോഴും ഇങ്ങനെ പോകുന്നത് നാണക്കേടല്ലേ? ഞങ്ങൾക്ക് ഒരു നാണക്കേടില്ല, ഒരു തർക്കമില്ല. CPM അവർ തീരുമാനിച്ചോളും ആരെടുക്കണം. അത് നിങ്ങൾ ഉപയോഗപ്പെടണ്ട. പിന്നെന്താ തീരുമാനിക്കാത്തത്? അതല്ല തീരുമാനിക്കും. ഞങ്ങളല്ല ഭരിക്കുന്നത്. പതുക്കെ സമയത്ത് മതി. മുഖ്യമന്ത്രിയെ മന്ത്രിമാരൊക്കെ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളല്ലേ? അപ്പോൾ ഈ 6 മാസം പോട്ടെ, കാണാനില്ല. അല്ല, അതവിടെ നിൽക്കട്ടെ. ഈ പ്രതിപക്ഷ ഉപനേതാവിനെ പോലും തീരുമാനിക്കാൻ കഴിയാത്ത വലിയ തർക്കത്തിന് കാരണം എന്താണ്? അത് CPM തീരുമാനിച്ചോളും. എന്ന് തീരുമാനിക്കുമെന്നാണ്? അവിടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നയപ്രഖ്യാപനം കഴിഞ്ഞു, ഇനി എന്നാണ്? കോൺഗ്രസിന് മുൻപ് പിടിച്ചു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൊണ്ടു. അങ്ങനെയൊന്നുമില്ല. അടിയായോണ്ടല്ലേ തീരുമാനിക്കാൻ കഴിയാത്തത്? ഒരു അടിയില്ല. അത് അവർ പാർട്ടി തീരുമാനിക്കും. സംസാരം എന്നത്തേക്ക് തീരുമാനിക്കും മഹി? ശരി, ഓക്കെ. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഭരണപക്ഷത്തെ തീരുമാനങ്ങളൊക്കെ ആയി, പക്ഷെ പ്രതിപക്ഷത്ത് ഇപ്പോഴും ഉപനേതാവിനെ തീരുമാനിക്കാൻ കഴിയുന്നില്ല. എന്താവും കാരണം? ഭരണപക്ഷത്തിന്റെ കുറച്ച് ലേറ്റ് ആയിട്ട് എന്തെല്ലാം ഇവർ പ്രതിഷേധം നടത്തിയത്. ഇവരെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ ഇവർ വൈകാൻ കാരണം, അതായത് എല്ലാ പാർട്ടിയിലും യൂണിറ്റി സ്ട്രെങ്ത് അല്ല, അതായത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള നമുക്ക് അനുമാനിക്കാം. ഇപ്പം ഏകദേശം ജനങ്ങള് അത് തോൽവി കൊടുത്തനല്ലോ. കോൺഗ്രസ് ഇപ്പം അടിച്ചടിച്ച് ഇപ്പം കയറുന്നുണ്ട്. മൗനം പാലിച്ച, പക്ഷെ അത് ശ്രീ VD സതീശന്റെ കുറച്ചൊരു തകരാറുണ്ട്. അതാ പറഞ്ഞാൽ മതി. ഞാൻ പത്രസമ്മേളനം കൂടുന്നുണ്ട്, എന്തായാലും പറയാം. ഇതൊന്നും പറയാണ്ടെന്ന് അത് അദ്ദേഹത്തിന് നല്ല ഇന്റലിജന്റും നല്ല നോളേജും നല്ല മിടുമിടുക്കനായുള്ള ഒരു മുഖ്യമന്ത്രി തന്നെ. പക്ഷെ അത് ഒരു പോരായ്മ വന്ന് അത് പറയാം. 11 പ്രാവശ്യം അവരോട് അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ അവര് വീണ്ടും ഒരു പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം തന്നെ മതി. അത് നമ്മൾ തീരുമാനാക്കിയിട്ട് നമ്മൾ പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞിട്ട് പറയാന്നുള്ളൊരു ഇത് കൊടുത്താൽ മതിയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പോരായ്മ. പക്ഷേ അത് അദ്ദേഹം വിചാരിച്ച് പഠിച്ചിട്ട് അതിന്റെ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തേക്ക് CPI അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. CPM പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ നിൽക്കുകയാണ്. പക്ഷേ എന്തായാലും ഇതുവരെ നിയമസഭാ കക്ഷി യോഗം പോലും ചേരാൻ കഴിയാതിരിക്കുന്നത് നാണക്കേടല്ലേ? നമസ്കാരമുണ്ട്. അത് സാറ് പറഞ്ഞാൽ എന്റെ അഭിപ്രായം അത് കൊടുക്കേണ്ടത് നമ്മളെ മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്ത റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്ത അയാൾക്ക് കൊടുക്കണം എന്നുള്ള. അത് CPIക്ക് കൊടുത്തിട്ട് അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് പാർട്ടിക്ക് നല്ലതാണ്. കാരണം വെച്ചാൽ
അദ്ദേഹം ഏറ്റവും പ്രഗത്ഭനായ ഒരാളാണ്. അയാളെ അവിടെ എത്തിയിട്ട് ഉപനേതാവായി എത്തുക പറഞ്ഞാൽ അത് പാർട്ടിക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അതൊരു വലിയ കാര്യമാണ്. അതിൽ CPI-യും CPM-ഉം എന്നുള്ള ഒരു വാദമൊന്നും നോക്കണ്ട. ഇനിയിപ്പോലും ബാലഗോപാലൻ മറ്റേന്നൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ കൊടുക്കേണ്ട ആള് എന്റെ അഭിപ്രായത്തില് ഞാൻ അങ്ങനെ പറയാൻ പറ്റൂല. എന്റെ അഭിപ്രായത്തില് ഇതാണ് പിന്നെ ഈ രാജന് കൊടുക്കുന്നത് മന്ത്രി മുൻ മന്ത്രി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. ഫാദറിന് എന്ത് തോന്നുന്നു? ഈ ഭരണപക്ഷത്ത് തർക്കങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഒക്കെ വലിയ തർക്കം ഉണ്ടാവും. അത് പരിഹരിച്ച് അവർ ഭരണവും തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം നയപ്രഖ്യാപന പ്രസംഗം അടക്കം കഴിഞ്ഞിട്ടും പ്രതിപക്ഷത്ത് ഒരു ഉപനേതാവിനെ തീരുമാനിക്കാൻ CPM-നും CPI-ക്കും കഴിയുന്നില്ല. നിയമസഭാ കക്ഷി യോഗം പോലും ഇതുവരെ ഇടതുമുന്നണിയുടെ ചേരാൻ കഴിയുന്നില്ല. എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? ഗുഡ് ഈവനിങ്. ഈ തർക്കമൊക്കെ പറഞ്ഞു തീർക്കേണ്ടതല്ലേ? ഇത്രയൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. കാരണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സമയമെടുത്തപ്പോൾ വലിയ വിമർശനമായിരുന്നു. ഇപ്പോൾ ഈ ഉപനേതാവിനെ CPI ഒരു ഘടകകക്ഷിയല്ലേ, അവർക്കൊന്ന് പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? അതെ അല്ലേ? അത് ഉടനെ പറഞ്ഞു തീർക്കണം. നേരത്തെ മുൻകാലങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷ ഉപനേതൃ പദവി CPM-നായിരുന്നു. അത് കോടിയേരിയൊക്കെ പ്രതിപക്ഷ ഉപനേതാവായിട്ടിരുന്നതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പദവി ഇല്ല, നിയമസഭാ ചട്ടത്തിൽ എവിടെയില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്. കീഴ്വഴക്കം തുടരട്ടെ. കീഴ്വഴക്കം തുടരുന്നത് തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ അത് തുടരണം. അതിന്റെ CPI-ക്ക് ഒരു സ്ഥാനം കൊടുക്കട്ടെ. അങ്ങനെയല്ലേ പ്രശ്നം തീർക്കേണ്ടത്. പ്രശ്നം നീട്ടിക്കൊണ്ടുപോകുകയല്ലല്ലോ വേണ്ടത്. കഴിയുന്നതൊക്കെ തീർത്ത് ജനസേവനത്തിന് ഇറങ്ങട്ടവരൊക്കെ, നേതാവായ ഉപനേതാവ് എല്ലാം ജനസേവനത്തിന് ഇറങ്ങട്ടെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഫാദർ സാമുവൽ. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെ LDF-ന്റെ ഒരു നിയമസഭാ കക്ഷി യോഗം പോലും ചേർന്നിട്ടില്ല. ചേരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കമാണ്. അത് പരിഹരിക്കാനും അവർക്ക് കഴിയുന്നില്ല. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഇടതുപക്ഷക്കാർ മനസ്സിലാക്കുന്നില്ല ഇവരെ അവസ്ഥ. എനിക്ക് തോന്നുന്നു വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്കാണ്. ഇപ്പോ ബംഗാളിലും ത്രിപുരയിലെയും പോലെ ഇതോട് കൂടിയിട്ട് ഇത് തീർന്നുപോകാൻ തോന്നുന്നുണ്ട്. കാരണം ഇവര് ഇനിയും തന്നെ കാര്യം മനസ്സിലാക്കുന്നില്ല. ഇവര് വിചാരിക്കുന്ന 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. കാരണം ഘടകകക്ഷികളൊക്കെ ഇവിടെ വിട്ടുപോകാൻ നോക്കുക. ഇപ്പൊ ജോസ് കെ മാണി 7 കിട്ടിയ BJP-യിലേക്ക് എന്തെങ്കിലും ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പത്തെ രാജ്യസഭ MP ഉള്ളതുകൊണ്ടായി ഇങ്ങനെ നിൽക്കുന്ന ജോസ് കെ മാണി പോകാൻ തയ്യാറായി നിൽക്കുക. ഇപ്പോ CPI സംബന്ധിച്ച് പറഞ്ഞാൽ 8 സീറ്റാവുള്ളേ. 2 അക്കം കഴിഞ്ഞാൽ ആദ്യം 2 അക്കം തകയിലാണ്. ഘടകകക്ഷി ആകെ ഉള്ള ഈ ശ്രീകുമാറിന്റെ ഒരു പാർട്ടിക്കാരന് ഒരു MLA ഉള്ളത്. അപ്പൊ ഇനിയെങ്കിലും ഇവരെ കുറേയേറെ തിരുത്തിയിട്ടില്ല. ഇവര് പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ നിർത്തി തന്നെ ഇടതുപക്ഷത്തിന് വെച്ച് ഏറ്റവും വലിയ തെറ്റല്ലേ? CPI-ക്ക് എതിർപ്പുണ്ട്, പക്ഷെ ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇനിയെങ്കിലും ഈ ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ ശരിക്കും പറഞ്ഞാല് അയാൾ മനസ്സോട് കൂടിയിട്ട് അയാൾ മാറി നിൽക്കേണ്ടായിരുന്നു. കാര്യം അനക്കെ ഞാൻ കാരണമാണല്ലോ ഇത്തിരി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിൽക്കാമെന്ന് വിചാരിക്കേണ്ടായിരുന്നു. പക്ഷെ അയാൾ വിചാരിക്കുന്നില്ല. ഈ പിന്നെ സെക്രട്ടറി ബേബിയൊക്കെ ഒരു റബ്ബർ സ്റ്റാമ്പാണ്. പിണറായി വിജയൻ പറഞ്ഞതനുസരിച്ചിട്ട് ആടെ ഒപ്പിടുക ഇവിടെ ഒപ്പിടുക എന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇനിയങ്ങ് മനസ്സിലാക്കേണ്ടത് CPM-ന്റെ അണികൾ പറയുന്നത്, നിങ്ങൾ ഇനിയങ്ങ് ഈ കുഞ്ഞേശ്വരൻ പറഞ്ഞ പോലെ നേതൃത്വത്തെ തിരുത്താൻ അണികൾ തയ്യാറാകണം. അല്ലാതെ ഈ പാർട്ടി അനക്ക് വളരെയേറെ സങ്കടമുണ്ട്. ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോയ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? കിരൺ ബാബു, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനിയെങ്കിലും ഇവർ എങ്ങനെയെങ്കിലും ഒന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ പ്രശ്നങ്ങളെല്ലാം ഇനിയും വിട്ടുവീഴ്ച തയ്യാറാണ് എല്ലാ കാര്യത്തിലും. നന്നായിട്ട് വരട്ടെ. വേറെ നമുക്ക് പറയാൻ പറ്റും. ഒരു സങ്കടം ഒരു കാര്യം കാണുമ്പോൾ കിരൺ ബാബു. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസൻ. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കളുടെ പാർട്ടി പ്രതിപക്ഷ നേതൃ പദവിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM-ന്റെ മുതിർന്ന നേതാവ് തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവാകുന്നത്. ഇത്തവണ താങ്കളുടെ പാർട്ടി എന്തായാലും അത് CPI വേണം എന്നുള്ള ഒരു വാശിയിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും തർക്കം CPM-ഉം CPI-യും തമ്മിൽ ഇതുവരെ പരിഹരിക്കാൻ കഴിയുന്നില്ല. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ CPI എടുത്തിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിൽ ക്രെഡിബിലിറ്റിയോടെ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആണ്. PM ശ്രീ പദ്ധതിയിലടക്കം CPM-ന്റെ പല ജീർണിച്ച കാര്യങ്ങളും വെച്ച് അവർ വലതുപക്ഷ ചിന്താഗതിയിലേക്ക് മാറുന്നു. PM ശ്രീ പദ്ധതി അടക്കം അറിയാമല്ലോ. CPI ശക്തമായിട്ട് നിന്നു PM ശ്രീയില്
നമുക്ക് കൃത്യമായിട്ടുള്ള ഇടത് സ്വഭാവത്തിൽ ഈ പ്രസ്ഥാനത്തെ നിർത്തിയിരിക്കാൻ പറ്റിയിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് CPMന്റെ പ്രശ്നം? പിണറായി വിജയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രായാധിക്യം, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം, അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ചികിത്സയ്ക്കോ മറ്റോ പോകുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവിന് അവിടെ റോളുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ, വയനാട്ടിൽ നടന്ന പ്രശ്നം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. മുഖ്യമന്ത്രിയോടൊപ്പം കിടപിടിക്കുന്ന ഒരു നേതാവായി ശ്രീ രാജൻ മാറി. അവിടെ ഹൃദയത്തുടുപ്പുള്ള നമ്മൾ പഴയകാല നേതാക്കന്മാരെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ വാദോരാതെ പറയാറുണ്ടല്ലോ. ആദർശമുള്ള നേതാക്കൾ, ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള നേതാവ്. ആ കാറ്റഗറിയിൽ ഇന്ന് ഇടതുപക്ഷത്തിൽ നമ്പർ 1 ആണ് കെ രാജൻ. അദ്ദേഹത്തിന് ഒരുപക്ഷെ മുഖ്യമന്ത്രിയേക്കാൾ ഉപരി ജനഹൃദയങ്ങളിൽ വയനാട്ടിൽ ആ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. CPM പഴയ വലിയേട്ടൻ മനോഭാവവുമായിട്ട് മുന്നോട്ട് പോയാൽ ബംഗാളിലെ കണക്ക് ഇടതുപക്ഷം കേരളത്തിൽ ഉപ്പുവെച്ച കലം പോലാകും. CPMൽ നന്മ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ CPIയെ അംഗീകരിക്കാൻ തയ്യാറാണ്. ഘടകകക്ഷിയുടെ ചെറുത് ജോസ് കെ മണി എവിടെ പോയിട്ട് അതൊന്നും ഇടതുപക്ഷമല്ലല്ലോ. അതൊക്കെ കാര്യസാധിക്കാൻ വേണ്ടി ഇപ്പൊ പല പാർട്ടികളും ഉണ്ടല്ലോ. പക്ഷെ ഒരു പാർട്ടി കൂടെ നിൽക്കാൻ ഒരു ജില്ലയിൽ ഒരാൾ പോലും കാണത്തില്ല. അതൊന്നും ഒരു വിഷയമൊന്നുമില്ല. ഇവിടെ ഇടതുപക്ഷത്തിൽ CPIയും CPM മാത്രമായാലും മതി. പക്ഷെ ഈ CPIയെ അവഗണിച്ചാൽ അത് വലിയ നഷ്ടം ഭാവിയിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പഴയ വലിയേട്ടൻ ഭാവം CPM മാറ്റണം, അടിമുടി മാറ്റണമെന്നും പറഞ്ഞ് അവർ മാറ്റാനൊക്കെ തയ്യാറായല്ലോ. അവിടെ നമ്മുടെ പയ്യന്നൂർ മത്സരിച്ച് ജയിച്ച് വിമത MLAയുടെ അടക്കം കാര്യത്തിൽ ഇപ്പോൾ അതിൽ തെറ്റായിപ്പോയി, സുധാകരന്റെ കാര്യത്തിൽ തെറ്റായിപ്പോയി എന്നൊക്കെ അവർ വീണ്ടും വിചാരം പറയുന്നല്ലോ. അണികൾ ഒന്നടങ്കം CPMനെതിരെ നിൽക്കില്ല. അവരുടെ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ കണ്ടില്ലേ? ഇനിയെങ്കിലും അവരെന്നാ നന്നാവുന്നത്? പഴയ 15ാം നൂറ്റാണ്ടിലെ ജന്മിമാരുടെ മനോഭാവത്തിൽ നിന്ന് CPM മാറണം, CPI അംഗീകരിക്കണം. ഇന്ന് അവരുടെ വിഴുപ്പ് പാണ്ഡമല്ല ഇന്ന് ചുമന്നുകൊണ്ടിരിക്കുന്ന ഈ CPI. അവർക്ക് സമരം ചെയ്യാം. അവർക്ക് മെനഞ്ഞാത്ത പ്രശ്നത്തിൽ തന്നെ ഞങ്ങൾ സമരം ചെയ്യാൻ ഇറങ്ങിയില്ല ഇടതുപക്ഷമായിട്ട് കേരളം മുഴുവൻ. അപ്പോ CPI എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ? CPMനോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ED വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നടങ്കം ഞാനൊക്കെ ഘോരഘോരം മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളവിടെ നിന്ന് BJP 3ാമതൊരാൾ സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണ്. ഞങ്ങളൊക്കെ ഘോരമാണ് നിൽക്കുന്നത്. CPM ഇനിയെങ്കിലും ചിന്തിച്ചുകൊള്ളുക. CPI ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള പാർട്ടിയാണ്. CPIയെ അവഗണിച്ചാൽ വലിയ വില CPM കൊടുക്കേണ്ടി വരും. ബംഗാളിലെ പോലെ ഉപ്പുവച്ച കലമാകും, യാതൊരു സംശയം വേണ്ട. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിക്കാറുണ്ട്. ഞങ്ങൾക്കൊരു ആദർശമുള്ള നേതാവ്, ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള നേതാവുണ്ട് ഞങ്ങൾക്ക്. ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ആകുവാൻ പോലും CPMന് കുറച്ച് സീറ്റല്ലേ ഉള്ളായിരുന്നു, 27 സീറ്റേ ഉള്ളു. അപ്പോ അതില് ആ സീറ്റുകളിൽ വെച്ച് പ്രതിപക്ഷ നേതാവിന് ഒരുപക്ഷെ ബാലഗോപാലിന്റെ ഒക്കെ പേര് പറഞ്ഞപ്പോൾ പോലും ഞങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷത്തിൽ നിന്ന് ഇപ്പം CPI എന്നൊരാൾ പ്രതിപക്ഷ നേതാവായാൽ എന്താ കുഴപ്പം? ഇടതുപക്ഷം എന്നല്ലേ പറയുന്നത്. പാർട്ടി ഓഫീസിനകത്തേ ഉള്ളൂ. പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇടതുപക്ഷ ജനങ്ങൾ ഒറ്റ പാർട്ടിയെ പോലെ പ്രവർത്തിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവാകാൻ യോഗ്യമുള്ള പാർട്ടിയാണ്. ബാലഗോപാൽ പോലെയല്ല, യോഗ്യതയുള്ള ആളാണ് കെ രാജൻ. ജനഹൃദയങ്ങളിൽ സ്ഥാനമുള്ള, മടിയിൽ കനവില്ലാത്ത, അദ്ദേഹത്തിന് കളിയാക്കുക പോലും ചെയ്തില്ല. അങ്ങനെ മോശക്കാരനായ ഒരു നേതാവല്ലോ. CPMന്റെ പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗമായ നേരത്തെ രാജ്യസഭാ അംഗമൊക്കെ ആയിട്ടുള്ള നല്ല രീതിയിൽ ധനവകുപ്പ് കൈകാര്യം ചെയ്ത നേതാവില്ല. രാജൻ മോശമാണെന്നല്ല പറഞ്ഞത്. അതിന്റെ പേരിൽ ബാലഗോപാൽ മോശക്കാരനാണെന്ന് പറയേണ്ട കാര്യമില്ല. ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഒരു പക്ഷേ അതുപോലെ ഇടതുപക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവാകുവാൻ പറ്റുന്ന ഒരു നേതാവിന്റെ കാറ്റഗറിയിൽ വരുന്ന ആളാണ് കെ രാജൻ. കൂലിപ്പണിക്കാരൻ രാജൻ ഇന്ന് ഇവിടെ അധിക്ഷേപിച്ചപ്പോൾ കേരളം, ഞങ്ങൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നിരീക്ഷിക്കുന്നവരാണ്. കേരളം ഒന്നടങ്കം ഞങ്ങൾക്ക് മനസ്സിലായി കെ രാജന്റെ കൂടെ ഉണ്ട് എന്ന്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് എത്രയോ സ്ത്രീകൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പലരും കളിയാക്കിയപ്പോൾ യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതി മനുഷ്യൻ എത്രത്തോളം മാനസികമായിട്ട് അധപ്പതിച്ചു എന്ന് ആ വിഷയത്തിൽ പോലും മനസ്സിലായി. കൂലിപ്പണിക്കാരൻ എന്ന് പറയുന്നത് അഭിമാനിക്കത്തക്കതാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് പുതിയ രാഷ്ട്രീയ തലമുറ മാറി. അവിടെ ഒരു പുനർവിചിന്തനത്തിന് ഉള്ള അവസരം ഒരുക്കിയ ആളാണ് ശ്രീ രാധാകൃഷ്ണൻ. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഭരണപക്ഷത്താണ് തർക്കം വരേണ്ടത്. പക്ഷേ ഭരണപക്ഷ തർക്കമൊക്കെ തീർന്ന് അവർ ഭരണം തുടങ്ങി. അത് കോൺഗ്രസ് ആയിട്ട് പോലും UDF ആയിട്ട് പോലും. പക്ഷേ LDF സാധാരണഗതിയിൽ അങ്ങനെ തർക്കത്തിലേക്ക് പോകുന്നതല്ല. പക്ഷെ അവർക്ക് ഇപ്പോഴും ഉപനേതൃസ്ഥാനത്ത് തർക്കം തുടരുകയാണ്. ഉപനേതൃസ്ഥാനത്ത് തർക്കം തുടങ്ങുന്നെന്ന് തുടരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും നാള് CPI ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPMന് ഈ സീറ്റിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ദുർബലപ്പെട്ട് എന്നല്ല ഞാൻ പറയുന്നത്. സീറ്റിന്റെ അടിസ്ഥാനത്തിൽ ദുർബലപ്പെട്ടപ്പോൾ ഈ പെര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ആ ഒരു രീതിയാണ് CPI ഇപ്പൊ കാണിക്കുന്നത്. സത്യത്തിൽ ഈ CPIക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIയുടെ MLAമാരായാലും പഞ്ചായത്ത് മെമ്പറായാലും
ഈ CPM-കാരും കൂടെ വോട്ട് ചെയ്യാത്ത എല്ലാ സ്ഥലത്തും അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഗ്രൗണ്ട് ലെവലിൽ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ CPM ജയിക്കുന്നതും CPM കോട്ടകളിൽ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ താങ്കൾ കൊട്ടാരക്കരക്കാരനാണ്, കൊല്ലം ജില്ലയിലും ഒക്കെ CPI-യുടെയും കൂടി വോട്ട് കൊണ്ടല്ലേ? CPI-യുടെ ഉണ്ട്, പക്ഷേ ഈ CPI-യുടെ കൊല്ലം ജില്ലയിൽ പല സ്ഥലത്തും CPI ഉണ്ട്. പക്ഷേ ഈ ഭാരവാഹികളും പിന്നെ ഈ നേതാക്കന്മാരുമാണ് കൂടുതലും ഉള്ളത്. അണികൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് CPI-ക്ക്. പിന്നെ എന്തിനാണ് അവർക്ക് ഈ 22 സീറ്റ് കൊടുത്തവരെ കൂടെ നിർത്തിയേക്കുന്നത്? പിന്നെ ഈ CPM-ന്റെ അങ്ങനല്ല. CPM-എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന് ഈ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ CPM-ന് വോട്ട് ചെയ്യുന്ന കേജ്രിമാർ അങ്ങനെ ഒരു പാർട്ടി ഇപ്പൊ കോൺഗ്രസ് ആയാലും CPM ആയാലും മറ്റ് ഘടകകക്ഷികളെ കൂടെ നിർത്തുന്നത് ആ ഘടകകക്ഷികൾക്ക് ആനുപാതികമായ ശേഷിയായിരുന്നല്ല, അവർ കൂടി ചേർന്നാലേ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് CPI കൂടെ നിർത്തുന്നത്. അല്ലാതെ CPI അങ്ങനെ തള്ളിക്കളയായിരുന്നെങ്കിൽ തള്ളിക്കളഞ്ഞാനല്ലോ എന്നേ. അല്ല, CPI-ക്ക് അല്ല, CPM-ന്റെ പല സ്ഥലത്തും CPM-നാണ് ഈ വോട്ട് കൂടുതലുള്ളത്. CPM-നാണ്. CPM-എന്ന് പറഞ്ഞാൽ ഈ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ CPM-ന് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ CPI-യുടെ മന്ത്രിമാരിൽ ഒരാളൊഴികെ എല്ലാവരും ജയിച്ചു. CPM-ന്റെ മന്ത്രിമാരിൽ ഭൂരിപക്ഷം പേരും പരാജയപ്പെട്ടു. അപ്പോൾ രീതിയിൽ ജനം സെലക്ട് ചെയ്തത് CPI-യുടെ മന്ത്രിമാരെ ആണെന്നുകൂടി കണക്കാക്കിക്കൂടെ? ഈ കൊല്ലം ജില്ലയിൽ മൺകുളത്തുരുത്ത് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ ആകെ CPI-ക്ക് ഉള്ളത് നമുക്ക് വളരെ അടുത്തറിയാവുന്ന 52 മെമ്പർമാരെ ആ പഞ്ചായത്തിൽ ആകെ ഉള്ളത് CPI-ക്ക്. ബാക്കി എല്ലാ ആൾക്കാരും CPM-ന്റെ ഇടതുപക്ഷം എന്നുള്ള രീതിയിൽ നിന്ന് വോട്ട് ചെയ്തിട്ടാണ് അവർ അവിടെ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ജയിക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ, മാറിയ സാഹചര്യത്തിൽ ഉപനേതാവ് നേതൃസ്ഥാനം CPI-ക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് CPM ഈ കടുംപിടുത്തം പിടിക്കാതെ എങ്ങനെങ്കിലും ഇടതുപക്ഷത്തെ ഒന്നിച്ച് നിർത്തിയാൽ മാത്രമേ, ഇപ്പൊ CPI-യുടെ നേതാവ് തന്നെ തൊട്ടു മുമ്പ് ചാത്തന്നൂരിൽ നിന്ന് വിളിച്ച് അദ്ദേഹം സംസാരിച്ചതുപോലെ ഈ കടുംപിടുത്തവും വാശിയും ദുർവാശിയും എല്ലാം തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ ബംഗാളിലെ പോലെ ഉപ്പുവെച്ച കലം പോലെ ആകും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അതാണ് എനിക്കും പറയാനുള്ളത്. ശരി, ഓക്കെ. ശ്രീ ആന്റണിയാണ് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ ആന്റണി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഭരണപക്ഷത്തെ തർക്കം പരിഹരിച്ചു, പക്ഷെ പ്രതിപക്ഷത്തെ തർക്കം പരിഹരിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുന്നത് നാണക്കേടല്ലേ? അതെ, LDF ഇപ്പൊ ഒരു കുടുംബത്തിലേക്കും ഒരു വീട്ടിലേക്കും ഒരു ചെറിയ അതിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഫ്ലക്സിൽ എന്താ ഉണ്ടായിരുന്നത്, LDF അല്ലാതെ മറ്റാരുണ്ട്? അതിൽ ആരെ ഫോട്ടോ വെച്ചിരുന്നത് പിണറായിയുടെ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതില് ബിനോയ് വിശ്വത്തിന്റെയും LDFിലുള്ള എല്ലാ കക്ഷി നേതാക്കളുടെയും ഫോട്ടോ വെക്കേണ്ടതായിരുന്നു. അപ്പോ അത് വെക്കാതെ പിണറായിയുടെ ഫോട്ടോ മാത്രം, അതായത് ജനങ്ങളെ അകന്നു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി, ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യേണ്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ആ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ പറ്റാത്തത്ര രീതിയിലുള്ള സെക്യൂരിറ്റി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. നമ്മുടെ പണ്ട് ലീഡർ കരുണാകരൻ സഞ്ചരിച്ചിരുന്ന ഒരു കാറിലും മറ്റേ 10-20 ഇതിലെ പൈലറ്റ് വണ്ടികളിലായിരുന്നു. അതിന് പകരം 3 കാറ് വളരെ ദൂരത്തോടുകൂടി ചെയ്തുകൊണ്ടാണ് ഇത്ര അധികം ജനങ്ങളിൽ നിന്ന് അകന്നു പോയത്. അപ്പൊ ഇനി ഞാൻ പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ചുരുക്കാൻ വേണ്ടി മന്ത്രി മുൻ മന്ത്രി റിയാസിനെയും കൂടി ആക്കിയാൽ അത് LDF ഒരു കുടുംബത്തിലേക്കായി മാറിക്കിട്ടും. അപ്പൊ അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ബാലഗോപാലൊക്കെ അങ്ങനെ റിയാസ് എന്ന് പറയുന്ന ആള് ഒരു കുടുംബത്തിന്റെ പേരിൽ വന്ന ഒരു നേതാവല്ല. റിയാസ് എത്രയോ കാലം മുമ്പേ പിണറായിയുടെ മകളെ വിവാഹം കഴിക്കുന്നതിന് എത്രയോ കാലം മുമ്പേ പൊതുപ്രവർത്തന രംഗത്തുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, DYFIയുടെ ഭാരവാഹിയായിരുന്നു. അപ്പോൾ അതിനെ അങ്ങനെ ഒരു കുടുംബത്തിൽ അതിനുശേഷം അയാൾ പൊതുരംഗത്ത് നിൽക്കുമ്പോഴും വലിയ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴാണ് പിണറായിയുടെ മകളെ വിവാഹം കഴിക്കുന്നത്. അല്ലാതെ ഒരു കുടുംബത്തിൽ വന്ന ശേഷം ഉണ്ടായ സ്ഥാനങ്ങളല്ല ഇത്. എത്രയോ സീനിയർ നേതാക്കൾ കഴിഞ്ഞ നിയമസഭ LDFിലുണ്ടായിരുന്നു, അവർക്കൊന്നും കൊടുത്തില്ലല്ലോ. അവർക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഉള്ള നേതാക്കളെ, നേരത്തെ മന്ത്രിയായ ആളുകളെ മുഴുവൻ മാറ്റി നിർത്തിയിട്ടില്ലേ? അപ്പൊ റിയാസ് മാത്രമല്ല, ബാലഗോപാലും രാജീവും MP രാജേഷും ഷംസീറും ഒക്കെ വന്നത് അങ്ങനെ പുതുമുഖങ്ങളായി തന്നെയല്ലേ? അതെ, എന്നാലും പിണറായിന് ചാരി നിൽക്കുന്ന, പിണറായിനെ അനുസരിക്കുന്ന ആൾക്കാർ വലിയ പവറുള്ള 2 വകുപ്പുകൾ കൊടുത്തത് P രാജീവും KN ബാലഗോപാലും അല്ലേ? ബിനോയ് വിശ്വം ഫ്ലക്സിലാണുള്ള ഫോട്ടോ മുഖ്യമന്ത്രിയുടെ മാത്രം ഫോട്ടോ. LDF എന്ന് പറഞ്ഞാൽ അത് LDFിലെ എല്ലാ കക്ഷി നേതാക്കളും അടക്കമാണ്. അപ്പോ ആ കക്ഷി നേതാക്കളുടെ ഫോട്ടോ വെക്കാതെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ട് LDF എന്ന് എഴുതാൻ പാടില്ലായിരുന്നു. അതായിരുന്നു LDF മുഖ്യമന്ത്രി. പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ നല്ല ഭംഗിയായിട്ട് ഭരിച്ചു.
സാധാരണക്കാർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ മയക്കുമരുന്നിനും അല്ലെങ്കിൽ ഈ ക്രിമിനൽ കേസ് പുള്ളികൾക്കുമായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭരണം കാഴ്ചവെച്ച് ഈ 10 കൊല്ലവും അദ്ദേഹം തന്നെയാണ് നേതാവായിട്ടിരുന്നതും അന്ന് അതിനു മുമ്പ് പ്രതിപക്ഷം ഇരുന്നതും. പക്ഷേ ഇപ്പോൾ ഈ CPI പിടിക്കുന്ന പിടിവാശി, CPIക്ക് എന്താ ഇത്ര പിടിവാശി? ഒറ്റക്ക് നിന്നാൽ എവിടെയെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമോ? ഒന്നെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ കൂടണം, അല്ലെങ്കിൽ ഇപ്പുറം കൂടണം. ഈ രണ്ടുമില്ലാത്തൊരു നിലയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇത്രയും ബലം പിടിക്കരുത്. കാരണം ഒരു മയമൊക്കെ വേണം. അങ്ങോട്ട് അവിടെ ഇരുന്നോട്ടെ, അതിനൊരു ഉപ അധ്യക്ഷൻ എന്തിനാണ്? അല്ല, അങ്ങനെ ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്ന് പറഞ്ഞൊരു പദവി 2006 മുതൽ അനൌദ്യോഗികമായിട്ടാണെങ്കിലും നിയമസഭയിലുണ്ട്. അപ്പൊ ആ പദവിയിലേക്ക് ഒരാളെ വെക്കാമല്ലോ. അത് CPI ന്യായമായും CPM-ന് 26 സീറ്റാണെങ്കിൽ CPIക്ക് 8 സീറ്റുണ്ട്. CPI ന്യായമായും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കും. ഒന്നുകിൽ അവർ കൊടുക്കണം, അല്ലെങ്കിൽ അവർ കൊടുക്കുന്നില്ല എന്ന് തീരുമാനം. രണ്ടായാലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വല്ലാതെ വൈകി പോകുന്നു, അതാണ് പ്രശ്നം. വൈകിപ്പോയി അതന്റെ അല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള, ഭരണം പോയത് ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, ജാതിയാണ് പ്രശ്നം ഇവിടെ. വെള്ളാപ്പള്ളി ആ വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ ഇവരാരും മുണ്ടിയില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ അത് ഭരണത്തിന്റെ കുഴപ്പമല്ലേ? ഭരണം നയിച്ചവരല്ലേ വെള്ളാപ്പള്ളിയെ പൊക്കി പിടിച്ചോണ്ട് നടന്നത്? ഇല്ല, തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം. ക്രിസ്ത്യാനികളും തലകളഞ്ഞ ക്രിസ്ത്യാനികളും ഈ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി. കാരണം ഒരു ഈഴവ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. പീതാംബരൻ, എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഈ ക്രൈസ്തവ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ലല്ലോ വ്യക്തമായും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ, ഇനി അതല്ല താങ്കൾ ഒരു ഈഴവ മുഖ്യമന്ത്രി ആയിരുന്നു പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അത് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും പിണറായി വിജയനെ ആരും ഈഴവ മുഖ്യമന്ത്രിയായിട്ടൊന്നും കണ്ടിട്ടില്ല, ഹിന്ദു മുഖ്യമന്ത്രിയായിട്ടും കണ്ടിട്ടില്ല. അദ്ദേഹം കേരളത്തിന്റെ നേതാവായിട്ടാണ് കണ്ടിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. മറ്റ് ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അക്കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നുമില്ല. പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ജാതി ബ്രാൻഡിന്റെയോ അല്ലെങ്കിൽ ഒരു മത ബ്രാൻഡിന്റെ ആളൊന്നുമല്ല. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞ പീതാംബരൻ ഒന്ന് കേൾക്കൂ. താങ്കൾ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഈ ഈഴവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലും കണ്ണൂരിലെ അത്തരം മണ്ഡലങ്ങളിലടക്കം ജയിച്ചത് UDF അല്ലേ? അപ്പൊ പിന്നെ താങ്കൾ ഈ പറയുന്ന ജാതി സമവാക്യത്തിന് എവിടെ കാര്യം? അതൊന്നുമല്ല വിഷയം. ഇവിടെ വാരിക്കോരി സ്വർണ്ണക്കരണ്ടിയിൽ കൊടുത്താൽ പോലും അല്ല, അതവിടെ നിൽക്കട്ടെ. താങ്കൾ പറഞ്ഞതിൽ പറയൂ. താങ്കൾ അങ്ങനെ ഒരു ജാതി ശക്തികളെല്ലാം കൂടെ ചേർന്ന് തോൽപ്പിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അതിനൊരു ന്യായം വേണമല്ലോ. ഞാൻ അതാണ് തിരിച്ചു ചോദിച്ച ചോദ്യം, അതിന് മറുപടി പറയൂ. എന്താ ചോദിക്കണം? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ, വ്യക്തമായും ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിലടക്കം UDF ജയിച്ചല്ലോ. അതെങ്ങനെയാണ് ഉണ്ടായത്? എങ്ങനെയാണെങ്കിൽ അതെന്തായത് പറഞ്ഞുതരാം. അവിടെ വന്ന് നമ്മൾ വോട്ട് ലിസ്റ്റ് എടുത്തിട്ട് ഏതൊക്കെ വർഗീയ ജാതിയുമായിട്ടുള്ള വോട്ടുകളുണ്ടോ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവിടെ ജയിച്ച വോട്ട് എത്രയാണെന്നും ഈ വർഗീയ ശക്തികളുമായി താങ്കൾ ഈ പറയുന്ന SNDP-യുമായും NSS-നും എല്ലാം പിന്തുണച്ച ആരെയാണ്? പിണറായി വിജയനല്ലേ? അവരാരും VD സതീശനെ തെരുവിളിച്ചുകൊണ്ട് നടന്നവരല്ലേ അവരെല്ലാം? അവരെയൊക്കെ ഒക്കത്ത് വെച്ച് കൊണ്ട് നടന്നത് ആരാണ്? അല്ല, അത് തെറ്റായി പോയെന്നാണ് ഞാനും പറയുന്നത്. അല്ല, അത് പറയണം. അതിന് പകരമായി വർഗീയ ശക്തികൾ ഒന്നിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് എന്താണ് കാര്യം? ആ വർഗീയ ശക്തികളും സമുദായ നേതാക്കളും തീരുമാനിച്ചാൽ അവിടെ വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ സാധാരണക്കാരായ ആ മതജാതി വിഭാഗങ്ങൾ പെടുന്നവരെന്ന് കൂടി ബോധ്യമായില്ലേ? അതിപ്പോ ഈ കോൺഗ്രസിന്റെ ഭരണം കൊണ്ട് നമുക്കറിയാം. ഇത് തിരിച്ചു പിണറായി വിജയന്റെ ഈ ജനങ്ങൾ കൊണ്ടേ കൊടുക്കൂ, ഇത് ഉറപ്പാണ്. കഴിഞ്ഞുപോയ കാലമതാണ്. ശരി, ഓക്കെ. അതൊക്കെ എന്തായാലും ഇനി കാണട്ടെ. നമുക്കൊരു ഭരണം തുടങ്ങിയതല്ലേ ഉള്ളൂ. നോക്കാം. അവർ മോശമാണെങ്കിൽ അവരെ എടുത്തു കളഞ്ഞിട്ട് LDF-നെ കൊണ്ടുവരും. ഇനി അവർ നല്ലതാണെങ്കിൽ അവരെ കൊണ്ടുവരും. അതൊക്കെ ഇനി കാലം തെളിയിക്കുന്നതാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഒരു ഉപനേതാവിനെ, പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ CPM-നും CPI-ക്കും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടല്ലേ? നമസ്കാരം. നമസ്കാരം. പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനം CPI-ക്ക് കിട്ടില്ല. പറഞ്ഞോളൂ. അത് കാരണം എന്താ വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഈ പിണറായിസത്തിൽ CPI എന്ന പാർട്ടിക്ക് എന്നൊരു പ്രസക്തി ഇല്ലാന്ന് ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാർട്ടി എന്ന് പറഞ്ഞാൽ CK ചന്ദ്രപ്പനോ വെളിയം ഭാർഗവനോ കാനൻ രാജേന്ദ്രനൊക്കെ ഉള്ള കുറച്ചൊന്ന് ആക്റ്റീവായിരുന്നു. കാനൻ രാജേന്ദ്രൻ വരെ മുഴുവൻ പറയാൻ പറ്റില്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാണ് വർഷം പുള്ളി ഒന്നുകിൽ പുള്ളിയുടെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ ശരിയല്ല, സംസാര ഭാഷ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ഒന്ന് ആക്റ്റീവ് ആയതായിരുന്നു. അപ്പോഴാണ് ആ മകന്റെ വിജിലൻസ് കേസ് പിടിച്ചിട്ട് പുള്ളി ഒരു പിണറായി ഭക്തനായിട്ട് മാറി. ആ പാർട്ടിക്ക് തന്നെ പ്രസക്തി ഇല്ലാത്തൊരു അവസരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ പാർട്ടിയുടെ അനുഭാവികൾ വിളിച്ച് പറഞ്ഞിട്ടില്ലേ അവിടെ CPI-ക്ക് എത്ര വോട്ടുള്ളത്, പിന്നെ അവിടെ CPI അവിടെ CM-യുടെ വോട്ട് വാങ്ങിച്ചിട്ടാണോ ജയിച്ചത്? തിരുവനന്തപുരത്ത് അവിടെ ശശീന്ദ്രൻ ജയിച്ചിരുന്നത് അവിടെ SL-ന്റെ വോട്ട് കൊണ്ടാണ്. അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചിരുന്ന ഒരു മുന്നണി സംവിധാനം ഏത് കക്ഷിയായി അവർ വോട്ട് കറക്റ്റ് ആയിട്ട് ഒരു പാർട്ടിക്ക് മാത്രം ജയിക്കാനുള്ള സിസ്റ്റത്തിലല്ലല്ലോ മുന്നണി സംവിധാനം വന്നിരിക്കുന്നത്. ഈ LDF എന്ന് പറഞ്ഞ സംവിധാനം എന്ന് വെച്ചാൽ ആ വലിയേട്ടൻ മനോഭാവം അന്ന് മുതൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും.
ഏത് ചെറിയ കക്ഷിയാണെങ്കിലും ഞാൻ UDF എന്നല്ല, ചെറിയ കക്ഷിയാണെങ്കിലും UDF കറക്റ്റായിട്ട് ഓരോ കക്ഷികളും ചേർക്കലോട് ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആർക്ക് എത്ര ഉറപ്പുണ്ട്? ഇവിടെ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ജോസ്മോനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നവർ ശക്തമായിട്ട് എതിർത്തതാണ് CPI മാണി കോൺഗ്രസിനെ. അങ്ങനെ അവര് പൂമറ്റ പൊട്ടതിരിക്കുന്നതിനെ കൊടുക്കുന്നു. അതിന്റെ ഗുണം കിട്ടുന്നില്ലേ? CPI പൂമറ്റ പൊട്ടമെന്ന മൈൻഡ് തന്നെ അന്നാണ് നിന്നിരുന്നത്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പോഴും CPIയുടെ നേതാക്കന്മാര് കംപ്ലീറ്റ് ഒരു പിണറായി ഭക്തരായിട്ട് മാറി. ആ പാർട്ടിയിൽ കുറെ ആളുകൾ ഇങ്ങനെ ആ പേരും പറഞ്ഞ് നടത്തുന്നതിൽ ഒരു കാര്യമില്ല. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലനാണ്, ശ്രീ നാരായണനാണ് ശ്രീകണ്ഠാപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാരായണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രതിപക്ഷത്ത് തോറ്റു നിൽക്കുന്നു, അവർക്ക് ആകെ തെരഞ്ഞെടുക്കേണ്ടത് 1-2 സ്ഥാനമാണ്. അതിൽ പ്രതിപക്ഷ ഉപനേതൃ പദവി ആർക്ക് എന്നതിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. LDFന്റെ നിയമസഭാ കക്ഷി യോഗം പോലും ഇതുവരെ ചേരാൻ കഴിയുന്നില്ല. നമസ്കാരം സാർ. നമസ്കാരം സാറ്. അതല്ല, അതിന്റെ വഴി അതൊക്കെ നടന്നോളൂ സാറേ. അല്ലാതെ കണ്ട് CPIയും തമ്മിൽ അടിയാന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങള് നിങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ പിന്നെ അവര് തീരുമാനം എടുക്കാത്തത്? തീരുമാനമൊക്കെ അതിന്റെ ബൈക്ക് വഴി എടുക്കുക, പെട്ടെന്ന് അങ്ങനെ എപ്പോഴാണ് വഴിക്ക് വഴി? ഇതുവരെ കേരളത്തിന്റെ ഒരു ചരിത്രത്തിൽ നിയമസഭാ യോഗം ചേരുന്നതിന് മുമ്പാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. അങ്ങനെ യോഗം ചേർന്നിട്ടാണ് അവർ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. കേരളത്തിൽ സ്പീക്കറുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഗവർണറുടെ നയപ്രഖ്യാപനവും കഴിഞ്ഞു. ഇതുവരെയും ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിട്ടില്ല. എന്തായിരിക്കും കാരണം? അല്ല, അതിപ്പം പിന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടി എത്ര ദിവസം കഴിഞ്ഞിട്ട് നടന്നത്? മുഖ്യമന്ത്രിയുടെ പരിപാടി ഒന്നും അധിക ദിവസമൊന്നും കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ പരിപാടി ഒരാഴ്ചക്കുള്ളിൽ അവർ തീർത്തു. ഒരാഴ്ചക്കുള്ളിൽ അവർ ഇത് ഒരാഴ്ചയും കഴിഞ്ഞ് 2 ആഴ്ചയും കഴിഞ്ഞല്ലോ. നിങ്ങൾ ചാനലുകാരാണല്ലോ. ഞങ്ങൾ ചാനലുകാരാണ് തീരുമാനം എടുക്കുന്നത്, പാർട്ടിക്കാരല്ലേ തീരുമാനം എടുക്കുന്നത്. അവർക്ക് തീരുമാനം എടുക്കാത്തതിന് ചാനലുകാരെന്ത് വേണം? ചാനലുകാരും പത്രക്കാരും മനോരമ ഉള്ളിടത്തോളം കാലം. നാരായണൻ, ഞാൻ എൻ്റെ ഒരു സംശയം, ഞങ്ങളാണ് ഉപനേതാവിനെ തീരുമാനിക്കേണ്ടത്. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും തീരുമാനിച്ചു കൊടുക്കായിരുന്നു. ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. തീരുമാനിക്കേണ്ടത് ആ പാർട്ടികളാണ്. ആ പാർട്ടികൾക്ക് അതിന് കഴിയുന്നില്ല. അതിന് ഞങ്ങൾ എന്ത് കഴിച്ചു? ആര് പറഞ്ഞു? നിങ്ങളല്ലേ പറഞ്ഞു കഴിയുന്നില്ല. കഴിഞ്ഞെങ്കിൽ പിന്നെ ആ പേര് പ്രഖ്യാപിക്കണ്ടേ? എന്താ പ്രഖ്യാപിക്കാതെ? പ്രഖ്യാപിക്കുവന്നേ. താങ്കൾ പറയും ആരെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? അങ്ങനെ പെട്ടെന്ന് അങ്ങ് പറയുന്ന കാര്യമാണ്. ഇതിന്റെ ഏതാണ്ട് ഇത്രയ്ക്ക് പ്രതിപക്ഷ ഉപനേതൃ പദവി ഇത്രത്തോളം ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയെക്കാളും മന്ത്രിയെക്കാളും വലിയ പദവിയൊന്നും അല്ലല്ലോ. പിന്നെ പ്രശ്നമുള്ളത് അത് നല്ല തീരുമാനിക്കും. മുഖ്യമന്ത്രി വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം? ഞങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു മുന്നണിക്ക് കഴിയുന്നില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാർ, UDFകാർ അവിടെ മുഖ്യമന്ത്രി തീരുമാനിക്കാതിരുന്നപ്പോൾ മുഖ്യമന്ത്രി കാര്യത്തിൽ തർക്കം എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. പക്ഷെ അവർ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു, മന്ത്രിമാരെ തീരുമാനിച്ചു, വകുപ്പുകൾ തീരുമാനിച്ചു, ഭരണം തുടങ്ങി, നയപ്രഖ്യാപന പ്രസംഗം വരെ കഴിഞ്ഞു. എന്നിട്ടും പ്രതിപക്ഷത്ത് തർക്കം തീരുന്നില്ല. അതിന്റെ പഴി മാധ്യമങ്ങൾ കേൾക്കണം. അതെ, ഇവര് ഉണ്ടാക്കിക്കൊണ്ടുവന്ന റെയിൽ പരിപാടിയെല്ലാം മാറ്റി എന്നിട്ട് പുതിയ റെയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പലതും ഇനിയും വരും. പക്ഷെ സാറത് പറയണ്ട. ഈ കാര്യത്തിൽ അതിന്റേതായ സമയം. ശ്രീ നാരായണൻ, എന്താ താങ്കൾ പറയൂ, എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് തീരുമാനം പറയൂ. അതങ്ങനെ പെട്ടെന്ന് വെക്കാൻ പറ്റും. അപ്പൊ തർക്കമാണ് കാര്യം, അല്ല വേറെ ഒന്നുമല്ല. തർക്കം പരിഹരിക്കാനുള്ള ശേഷി നേതാക്കൾക്ക് നഷ്ടപ്പെടുന്നു. ഇഷ്ടം പോലെ നല്ല നല്ല ശേഷിയുള്ള നേതാക്കന്മാർ. പിന്നെ തർക്കം പരിഹരിക്കാത്തത് അതൊക്കെ ബൈക്ക് വഴി വരും സാറേ. അത് നിങ്ങൾ അതിന് അത്രയും വിഷമിക്കണ്ടെന്നേ. അപ്പൊ നമ്മൾ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കണം. നിങ്ങളെല്ലാം നമ്മളെ തോപ്പിച്ചില്ലേ? ഇനി ആയിക്കോട്ടെ, ഇനി അത് അനുഭവിച്ചു തന്നോട്ടു നന്നായിട്ട്. ശരി ശ്രീ നാരായണൻ, അതിന്റെ വഴിയും മാധ്യമങ്ങൾക്കാണ്. ഇടതുപക്ഷം ഉപനേതാവിനെ തീരുമാനിക്കാത്തത് മാധ്യമങ്ങൾക്ക് എന്താ കുഴപ്പം പോലെയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്ത ഘട്ടത്തിൽ തർക്കമുണ്ടായ സമയത്ത് അതെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഒരു പക്ഷവും അല്ല ഇവിടെ മറുപക്ഷവും ഒന്നുള്ളതല്ല. ആരുടെയാലും തീരുമാനം വൈകിയാൽ ആ സ്വാഭാവികമായും ആളുകൾ ചോദ്യം ചെയ്യും. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? എങ്ങനെയുണ്ട് കിരൺ? പറഞ്ഞോളൂ. LDF അല്ലാതെ എന്തിനു പരസ്യം? പറഞ്ഞോളൂ താങ്കൾ. LDF അല്ലാതെ മറ്റാരുണ്ട്? പ്രവർത്തകനായ താങ്കൾക്ക് സ്വാഭാവികമായും ഇപ്പോൾ വലിയ സന്തോഷവും ആവേശവും ഒക്കെ കാണും. തൽക്കാലം ആ പരസ്യം അവസാനം ന്യൂസ് 18 മണിയുണ്ടല്ലോ നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന്റെ സമയത്ത് മറ്റാരുണ്ട്? ന്യൂസ് 18 അല്ലാതെ. അതായത് ഇവര് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചപ്പോൾ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. 3-ാം ഊഴം LDF പരിശോധിക്കുകയായിരുന്നു. ആ ശശീന്ദ്രൻ പറഞ്ഞത് കാട്ടിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നതിന്റെ എല്ലാ ഏർപ്പാടും ഈ വനംവകുപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏർപ്പാട് ചെയ്യും. ഇപ്പൊ ഈ വനംവകുപ്പ് വനത്തിലേക്ക് പോയത് ആരാണ്? ശശീന്ദ്രൻ ഇപ്പൊ എവിടെ? അവരിപ്പോഴും പരസ്പരം തല്ലുകൂടുകയാണ്, പരസ്പരം പഴിചാരുകയാണ്. CPM, CPM അതേപോലെ ഈ പറഞ്ഞ നാഷണൽ പാർട്ടികൾ ഈ പിന്നെ എന്താ അവരുടെ പേര്, ശശിധരന്റെ പാർട്ടിയുടെ പേര് എന്നിപ്പോ അറിയില്ലായിരിക്കും. അവരെല്ലാം വലിയ ജോസഫിന്റെ
ഏത് ജോസഫിന്റെ മാണി സാറിന്റെ മകന്റെ അഡ്രസ് ഇല്ലാതായില്ല അവര് ഒരു പേര് പോലും അവര് ഇല്ലല്ലോ. അപ്പൊ അത്രമാത്രം തകർന്നടിഞ്ഞിട്ടും ഒരു പ്രതിപക്ഷ ഉപനേതാവിന് കൊടുക്കാൻ പോലും സന്നദ്ധമില്ലാത്ത ഈ മനോഭാവം എങ്ങനെയുണ്ട്? ഇത് പലപ്പോഴും ഇവര് മന്ത്രിസഭയിൽ അനുഭവിച്ചതാണ്. ആ അനുഭവം പ്രതിപക്ഷത്തായിട്ട് പോലും ആ അനുഭവം തന്നെയാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവർ പഠിക്കുന്നില്ല. ഇപ്പൊ ഈ NCP എന്താണ് പറഞ്ഞത്? NCP എന്ന് പറഞ്ഞ പാർട്ടിയിൽ എവിടെ അവര്? അപ്പൊ അവരൊക്കെ പരസ്പരം പഴിചാരി തോറ്റെടുക്കണം. നേരത്തെ പറഞ്ഞത് ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്, ഞങ്ങളെ ഉള്ളൂ, കേരളം ഭരിക്കാൻ ഞങ്ങളേ ഉള്ളൂ, ഞങ്ങൾക്ക് സാധ്യമാവൂ എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ പ്രതിപക്ഷത്ത് പോലും ഇവർക്ക് ഒന്നാവാൻ കഴിയാത്തൊരു സാഹചര്യം. പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ ഇവര് ഓരോന്നോരോന്നായിട്ട് നിൽക്കുകയാണ്. ബിനോയ് വിശ്വനൊക്കെ എന്തൊക്കെ വീരവാദങ്ങളായി പറഞ്ഞത്, രാജൻ എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ നമ്മളെ മനസ്സിലുണ്ടല്ലോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചാനലുകാർ ഇവരുടെ പഴയ വീരവാദങ്ങളിലൊക്കെ ഒന്ന് എടുത്ത് പറയണേ. എന്നിട്ടാണ് ഇവർ ഈ പറയുന്നതൊക്കെ തന്നെ. എന്നിട്ടും അവര് പരസ്പരം ഒരു ഒത്തുചേരാൻ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം പോയി എന്നത് വളരെ ദുഃഖകരം. ഇടതുപക്ഷം കേരളത്തിൽ ഉണ്ടാവണം, ഒരു തിരുത്തൽ ശക്തിയായിട്ട് അവർ വേണം, അവർ നശിച്ചു പോകാൻ പാടില്ല എന്നൊക്കെ കരുതുന്ന ഒരു പാർട്ടി ഒരു പ്രവർത്തകനാണ് ഞാൻ. പക്ഷെ അവർ ഈ തരത്തിലൊന്നും ആയിക്കൂടാ. അവരും വേണം, അവരും തിരുത്തൽ ശക്തികളായിട്ട് വേണം. പക്ഷെ ഇങ്ങനെ അടിയായി കഴിഞ്ഞാൽ ഇവരെന്താവും? എവിടത്തേക്ക് പോകും ഇവർ അവസാന നാമാവിശേഷമായാൽ എന്തായിരിക്കും അവസ്ഥ? ആരുണ്ട് ചോദിക്കാൻ, ആരുണ്ട് പറയാൻ? അപ്പൊ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഷാജി, എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്ത് ഒരു സമവായം അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കാൻ ഇടതുമുന്നണി കഴിയാതെ പോകുന്നത്? നമസ്കാരം കിരൺ ഭായി. നമസ്കാരം. ഇലക്ഷൻ ഇടതുപക്ഷം തോറ്റു എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് തർക്കിച്ചിട്ട കാര്യമില്ല. അതിന് മറ്റ് ന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. തോറ്റു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ ഒരു ഗവൺമെന്റ് എന്നുള്ള അർത്ഥത്തില് കേരളത്തിലെ സർക്കാർ മോശമായിരുന്നു എന്ന് സാമാന്യ ബോധമുള്ളവരാരും പറയത്തില്ല. കഴിഞ്ഞ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പിന്നെ അതിനോടനുബന്ധിച്ച് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതിലൊക്കെ അതിന്റെ ചർച്ചകളൊക്കെ നടന്നു വരുന്നു. അതെല്ലാം ഒന്നും നമുക്ക് സംഘടനാ തലത്തിൽ പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഒരു റഷീദ് ഗുലാറ്റി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ, എന്തൊരു വീരവാദമല്ലായിരുന്നു, യാഥാർത്ഥ്യമാണ്. ചെയ്ത കാര്യങ്ങൾ ചൂരന്മല ഉൾപ്പെടെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ടൗൺഷിപ്പ് നടപ്പിലാക്കി. അവിടെ ഞങ്ങൾ 45,000 വോട്ടിന് തോറ്റു ഇടതുപക്ഷം. അതുപോലെ തന്നെ മാനത്ത് മഴക്കാറ് കാണുമ്പോൾ പിന്നെ വെള്ളം കയറുന്ന ചെല്ലാനത്ത് ഈ ടൗൺഷിപ്പ് ഒക്കെ നടപ്പാക്കിയ സ്ഥലത്ത് തന്നെയല്ലേ അവിടുത്തെ അതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച അവിടുത്തെ MLA പാർട്ടി പ്രവർത്തകർ പോവുകയും ഒക്കെ ചെയ്തത്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അത്തരം ചില പ്രവർത്തി നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇത്തരം ചില പാർട്ടി പ്രവർത്തകർ എന്ന പേരിൽ വരുന്ന ആളുകൾ നടത്തിയ പ്രവർത്തനത്തിനൊക്കെ ആളുകൾ തിരിച്ചടി ഉണ്ടാവില്ലേ? ഞാൻ പറയട്ടെ, 45,000 വോട്ടിന് തോറ്റെന്നല്ലേ പറഞ്ഞത്? അല്ല, അതാ ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ്. നിങ്ങൾ പറഞ്ഞതിന് ഉൾക്കൊണ്ടാണ് പറഞ്ഞത്. ഭരണം അവിടെ ചൂരൽമലയിലും ഒക്കെ സർക്കാർ നടത്തിയത് മികച്ച പ്രവർത്തനമാണ്. പക്ഷെ ആ മികച്ച പ്രവർത്തനം നടത്തുമ്പോൾ ആളുകൾക്ക് അതിനൊപ്പം ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സാമാന്യ അന്തസ്സ് കൂടിയുണ്ട്. അവിടുത്തെ ഒരു MLA അതിനുവേണ്ടിയൊക്കെ വർക്ക് ചെയ്ത ഒരുപാട് നെയ്ത ഒരു MLA അയാൾ വരുമ്പോൾ അയാളെ കൂവി ഓടിക്കാൻ നോക്കിയാൽ അവിടുത്തെ ജനം പ്രതികരിക്കും. തോറ്റത് കൂവി ഓടിക്കാതെ ആളുകൾ കൂവി. ആ കൂവിയത് ആരാണ്? പാർട്ടി പ്രവർത്തകരാണ് കൂവിയത്, അല്ലാതെ ദുരന്ത ബാധിതരൊന്നുമല്ല കൂവിയത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കാരണം തിരക്കി പോയ ഒരുപാട് കാരണങ്ങൾ കിട്ടും. അതെ, മൂല കാരണത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള അർത്ഥത്തിൽ മൂല കാരണത്തിൽ നിന്ന് സംസാരിക്കാൻ ആദ്യം കിരൺ. അല്ല, ഞാൻ അത് തന്നെയാണ് ശ്രീ ഷാജി പറഞ്ഞത്. ഭരണത്തിൽ ഞാൻ ഒരു മിനിറ്റ് ഷാജി ഒരു മിനിറ്റ് ഷാജി ഒന്ന് ക്ഷമിക്കൂ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഭരണത്തിന്റെ ഏതെങ്കിലും ഞാൻ ഒന്ന് പറയട്ടെ ഷാജി, ഒന്ന് കേൾക്കൂ. ഷാജി ഒന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കൂ. സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിവിഷൻ ഷാജി ഒന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നത് കൂടെ ഒന്ന് കേൾക്കൂ. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ താങ്കൾ. ഇതിപ്പോ താങ്കൾ ഇങ്ങനെ ഏകപക്ഷീയമായി പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റും? അല്ല, അത്തരത്തിലുള്ള ഞാൻ അങ്ങോട്ട് പറയുന്ന ഒരു സെക്കൻഡ് ഒന്ന് കേൾക്കാൻ കഴിയുമോ? പിന്നെ ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യമേ ഉള്ളൂ. കേരളത്തിലെ ഭരണം മോശമാണെന്ന് കേരളത്തിൽ ഞാൻ നേരത്തെ പലതവണ ഈ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഭരണം മോശമാണെന്നോ അല്ലെങ്കിൽ ഭരണം ഏതെങ്കിലും തരത്തിൽ ജനവിരുദ്ധമായിരുന്നോ ഉള്ള അഭിപ്രായമൊന്നും ഭൂരിപക്ഷം മലയാളിക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരണമൊക്കെ നല്ല രീതിയിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പല ഘട്ടത്തിലും പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ അത് ജനവിരുദ്ധമായ നിലപാടുകളായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഈ അവിടെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തെ ഏറ്റവും നന്നായി പ്രവർത്തിച്ച ഒരു സർക്കാർ
ആ സർക്കാരിന് അവിടെ 40,000 വോട്ടിന് മേൽ പരാജയപ്പെടണമെങ്കിൽ സ്വാഭാവികമായും അവിടുത്തെ ജനത്തിൻ്റെ വികാരത്തെ ബാധിക്കുന്ന രീതിയിൽ അവിടുത്തെ MLA ഇതിനെല്ലാം കൂടെ ഓടി നടന്ന് അവർക്കൊപ്പം നിന്ന ഒരു MLA വരുമ്പോൾ ആ MLA കുറേ പാർട്ടി പ്രവർത്തകർ പുറത്തുനിന്ന് വന്ന് കൂവുന്ന കാണുന്ന അവിടുത്തെ ജനം പ്രതികരിക്കില്ലേ? അത്തരം ചില പ്രതികരണങ്ങൾ പാർട്ടിയുടെ പരാജയത്തിന് ആക്കം കൂട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല അതാ ഞാൻ അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞത്. അവിടെ കാലാകാലങ്ങളായിട്ട് UDF കുത്തകയായിട്ടുള്ള ഈ ഭൂരിപക്ഷത്തിലാണ് കാലാകാലം. അതിന് 2 വർഷം മുമ്പ് അല്ലെ, ഒരു തെരഞ്ഞെടുപ്പ് മുമ്പ് അവിടെ കൽപ്പറ്റയിൽ ആരാ ജയിച്ചത്? കിരൺ കയറിയാ പറയല്ലേ? അല്ല, കൽപ്പറ്റയിൽ ആരാ ജയിച്ചത്? താങ്കൾ പറയൂ. കൽപ്പറ്റയിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുമ്പിൽ തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു ജയിച്ചത്? അതാ പറയാൻ പറ്റുന്നത്. 2 തെരഞ്ഞെടുപ്പ് ശശീന്ദ്രയോട് ജയിച്ചിട്ടുണ്ട്, തുച്ഛമായ വോട്ടിന് ജയിച്ചിട്ടുണ്ട്. കൽപ്പറ്റയിൽ ഇടതുമുന്നണി ജയിച്ച സ്ഥാനത്താണ് കഴിഞ്ഞ തവണ, ഈ തവണയല്ല അതിന് മുമ്പിൽ തവണ ടി സിദ്ദിഖ് വിജയിച്ചത്. ആ ടി സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 45,000 ആക്കി ഉയർത്തുന്നതിൽ ഞാൻ പറഞ്ഞതുപോലെയാണ്, ഭരണത്തിന്റെ മോശം കൊണ്ടോ അല്ലെങ്കിൽ അവിടെ പുനരധിവാസത്തിന്റെ മോശം കൊണ്ടോ അല്ല, പക്ഷേ നേതാക്കൾ കാണിച്ച ചില പ്രവൃത്തിയുടെ ദോഷം കൊണ്ടാണ് അങ്ങനെ ആയതെന്നാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ പറയാനാണെങ്കിൽ അങ്ങ് പറഞ്ഞോണ്ടിരിക്കും. ഈ പറയുന്ന കാര്യം പറയണ്ടേ? താങ്കൾ ഇടയ്ക്ക് കേൾക്കാനേ തയ്യാറല്ല. ഞാനിത് 40,000 വോട്ടിന് തോറ്റെന്നല്ലേ പറഞ്ഞത്, ജയിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവിടെ കൽപ്പറ്റയിൽ തോറ്റെന്നല്ലേ പറഞ്ഞ. അതുപോലെ തന്നെ ചെല്ലാനത്ത് എന്താ നടന്നത്? അതുപോലെ തന്നെ പെരുമ്പളം പാലം ആരാ ഇത് നടപ്പിൽ വരുത്തിയത്? പിന്നെ ഷാജി എന്തുകൊണ്ടാണ് തോറ്റത്? അതാ പറഞ്ഞത്. അതുപോലെ തന്നെ അമ്പൂരിയിലെ പാലം, അതെല്ലാം സമ്മതിച്ചു. പിന്നെ എന്താണ് തോറ്റതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് സ്വപ്നം കാണുന്നതിനപ്പുറം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് തോറ്റു. ആ തോൽവിയുടെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. ഇത്ര തോറ്റതല്ല, ദയനീയമായി തോറ്റു. ആ ദയനീയമായ തോൽവിയുടെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. സ്ഥാനാർത്ഥി നിർണയം ഉള്ള ചില കാരണങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പിഴവ് കൊണ്ടൊന്നും അല്ല കേരളത്തിലെ ഇടതുപക്ഷം തോറ്റത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പേരിൽ അല്ലെങ്കിൽ CPMന്റെ പേരിലൊക്കെ ചില നേതാക്കളും അവരുടെ അണികളും ഒക്കെ കാട്ടിക്കൂട്ടിയത് ജനം കണ്ടു. ആ ജനത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ജനത്തിന്റെ മേൽ കുതിര കയറാൻ ചെന്നപ്പോൾ ജനം തിരിച്ചു പ്രതികരിച്ചു. അല്ലാതെ വികസന പ്രവർത്തനം നടത്താത്തത് കൊണ്ടോ സർക്കാർ നല്ല രീതിയിൽ ഭരിക്കാത്തത് കൊണ്ടോ ഒന്നും അല്ല തോറ്റത്. എനിക്ക് രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞല്ലേ, ചാത്തന്നൂരുകാരൻ രാധാകൃഷ്ണൻ ചേട്ടൻ, ആ ചേട്ടനോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഈ ഇലയെ ചവിട്ടി പന്തിയിൽ അലമ്പുണ്ടാക്കരുത്. ആ സ്വഭാവം ശരിയല്ല. ഈ CPMന്റെ ക്രെഡിബിലിറ്റി എല്ലാം പോയി അങ്ങ് വലതുവശത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് CPIക്കാർ കടന്ന് നിഗളിക്കത്തക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അത്രേ ഉള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ചൂണ്ടിക്കാണിച്ചത് ശരിയായ വിവരമല്ലേ? PMC പോലൊരു പദ്ധതി മന്ത്രിസഭ അറിയാതെ പാർട്ടി നേതൃത്വം അറിയാതെ രഹസ്യമായി ഒപ്പിട്ടപ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിച്ച CPI അല്ലേ? അതല്ലേ ഈ ഇലയെ ചവിട്ടി പന്തിയിൽ അലമ്പുണ്ടാക്കുന്നത് നല്ലതല്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം ഇലയിൽ കൊണ്ടുവന്ന് PMC വെച്ചതാരാണ്? അതൊക്കെ പരിഹരിച്ച കാര്യങ്ങളല്ലേ? അല്ല, പരിഹരിക്കാൻ CPIയുടെ നിലപാടുകൊണ്ട് പരിഹരിക്കാൻ നിർബന്ധിതരായതല്ലേ? കിരണ, എനിക്ക് അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് നാദാപുരത്ത് ഒരു കഥയിലേക്ക് പോകാതെ കഴിഞ്ഞ 5 വർഷത്തെ കഥയൊക്കെ പറയും. സംഭവം ഉണ്ടായിരുന്നു. അന്ന് ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രസംഗമുണ്ട്, അറിയാമോ? ഒരു പാവപ്പെട്ട ചെറുക്കനെ കഴിഞ്ഞ 5 വർഷത്തെ പരാജയത്തെ കുറിച്ച് ആലോചിക്കാം. അതിനു മുമ്പ് ജനം ജയിപ്പിച്ച സർക്കാരാണല്ലോ. അതിന്റെ വിജയ പരാജയം തൽക്കാലം അതൊന്നും പറയിപ്പിക്കരുത് നമ്മളെ കൊണ്ട് CPIക്കാര്. അല്ല, അവര് പറയുന്നതിൽ ന്യായമുണ്ട്. സ്വാഭാവികമായും അവർക്ക് പറയുന്നതിന് CPI ചെറിയ പാർട്ടിയാണെന്ന് കരുതി അവർ പറയുന്നതിൽ ന്യായമുള്ളപ്പോൾ നമുക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയും. അതന്നെ ഈ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ബിനോയ് വിശ്വം ഉൾപ്പെടെ, നാദാപുര സംഭവം, ബിനുവിന്റെ കൊലപാതകം ഉൾപ്പെടെ നിസ്കാരപ്പായുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ ഒരു കുപ്രസിദ്ധിയായിട്ടുള്ള വർത്തമാനമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു മിനിറ്റ്, CPIയുടെ 4 മന്ത്രിമാരിൽ 3 പേരും ജയിച്ചു. CPMന്റെ മന്ത്രിമാരിൽ മഹാഭൂരിപക്ഷം പേരും തോറ്റു. അപ്പോ ആരെയാണ് ജനം, ഏത് പാർട്ടിയിലെ മന്ത്രിമാരെയാണ് ജനം സ്വീകരിച്ചത്? CPIയുടെ മന്ത്രിമാരെല്ലാരും ഇടത് കോട്ടയിൽ നിന്ന് മത്സരിച്ചവരൊന്നുമല്ലോ. അത് തോറ്റെന്ന് പറയാൻ സത്യമല്ലേ? അല്ല, അതാ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ തോൽക്കണമെങ്കിൽ അവർ പറഞ്ഞ കാര്യത്തിനോട് കൂടുതൽ ആളുകൾ CPI പറഞ്ഞ കാര്യത്തിനോട് അടുത്ത് നിൽക്കുന്നു? ആശുപത്രിയിലെല്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട്, ചികിത്സാ പിഴവെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരോഗ്യമന്ത്രിയുടെ വീടൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ വളഞ്ഞല്ലോ, അവരെ നടക്കാൻ അനുവദിക്കാതെ. എന്തേ ഇപ്പൊ മുരളീധരന്റെ ഒരു വിഷയത്തിൽ ഒരു കോഴിക്കോട്ടെ സംഭവം ഉണ്ടായല്ലോ, കാലം മുറിച്ച് കളയേണ്ട അവസ്ഥയ്ക്ക് വന്നല്ലോ. എന്തേ വീണ ജോർജ് നടത്തിയ പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ ജനത്തിന് ഏത് തരത്തിലാണ് എന്ത് പോന്നില്ലേ? സജീവ് കുമാറാണ് കൂത്തുപറമ്പിൽ നിന്നാണ്. സജീവ് കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ എന്തുകൊണ്ടാണ് ഇടതുമുന്നണിക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് തന്നെ നിയമസഭാ കക്ഷി യോഗം ചേരാനും കഴിയുന്നില്ല. കിരൺജി നമസ്കാരം. നമസ്കാരം.
പറഞ്ഞോളൂ. അതായത് ഈ തെരഞ്ഞെടുപ്പില് LDF എല്ലാ മുന്നണികളും, LDF എന്നൊരു മുന്നണിയല്ലേ, എല്ലാ മുന്നണികളും പരാജയപ്പെട്ട് ആകെ ഉള്ളത് CPI മാത്രമേ ഉള്ളൂ. അപ്പോ ഈ CPIക്ക് ഉന്നയിക്കാലോ. അതേ സ്ഥാനത്ത് ജോസ് കെ മാണിന്റെ പാർട്ടിയുള്ള സമയത്ത് CPI ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ, പേടിച്ചൊക്കെയല്ലേ എതിരേനു. ഇപ്പൊ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഓർക്ക് ഉന്നയിക്കാം. ഇനി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തകർന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തിരിച്ചു വരും എനിക്ക് തോന്നുന്നുണ്ടാ? കിരൺജി, ഒരു പാർട്ടിയും തിരിച്ചു വരാൻ പോകുന്നില്ല. RJD കിരൺജി, ഞാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനൊക്കെയുള്ള അവർക്ക് തിരിച്ചു വരാനൊക്കെ ശേഷിയുള്ള പാർട്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ തകർന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികൾക്കും CPM CPI ഉണ്ടാവും. ഒരു പാർട്ടിക്ക് തിരിച്ചു വരാനുള്ള അവസ്ഥയില്ല. RJDക്ക് എന്തോ കൂത്തുറമ്പില് ചെറിയൊരു വോട്ട്, 900 ചില്ലറ വോട്ടിന് ഒരു സീറ്റ് കിട്ടിയെന്നല്ലാണ്ട് ഒരു പാർട്ടിയും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി പാർട്ടികൾ തിരിച്ചു വരുമോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ പാർട്ടികൾക്ക് എന്തായാലും ചെറുകിട പാർട്ടികളുടെ കാര്യം വലിയ പാർട്ടികൾ CPM-നായാലും CPI-ക്കായാലും അങ്ങനെ ഒരു പരാജയം സംഭവിച്ചുകൊണ്ടല്ല ഈ രണ്ട് പാർട്ടികൾക്കും തിരിച്ചുവരവിനുള്ള ശേഷിയുള്ള അങ്ങനെ ജനകീയ അടിത്തറയ്ക്കുള്ള പാർട്ടികളൊക്കെ തന്നെ അവർ തെറ്റിദ്ധരുത്തി തിരിച്ചു വരും. കോൺഗ്രസ്സുകാർ 10 വർഷം ഇരുന്നിട്ട് അവർ തിരിച്ചു വന്നില്ല. അതുപോലെ ഇവർക്ക് തിരിച്ചു വരാനൊക്കെ കഴിയും. നമ്മൾ അങ്ങനെ എഴുതി തള്ളേണ്ട കാര്യമില്ല. അടുത്ത ഒരു ചെറിയ ഇടവേളയിലേക്കാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ഈ പ്രതിപക്ഷത്ത് ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിൽ തർക്കം തുടരുകയാണ്. നിയമസഭാ കക്ഷി യോഗം പോലും ഇടതുമുന്നണി ചേർന്നിട്ടില്ല. ഈ തർക്കം ഇനിയെങ്കിലും പരിഹരിച്ച് ഒരു തീരുമാനമുണ്ടാക്കേണ്ടതല്ലേ? സാറേ നമസ്കാരം. നമസ്കാരം. ഒത്തിരി സാറിനെ കണ്ടിട്ട് കഴിഞ്ഞ ആഴ്ച ഒന്നും കണ്ടില്ലല്ലോ. ഞാൻ വേറെ 1-2 ഓഫീസിലെ വേറെ കാര്യങ്ങളുമായി തിരക്കിലായിരുന്നു. സാറേ, ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ യഥാർത്ഥമായിട്ടും ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കേണ്ടത് CPI-ക്കാണ്. CPM തകർന്നുപോയി. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ച് റിസൾട്ട് വന്ന ശേഷം ഓട പിടിക്കുന്നതിന് മുമ്പ് തന്നെ CPM-ന് 26 CPI-ക്ക് 8 സീറ്റുകളെന്നത് കൂടി മഴ വരുന്നതിന് മുമ്പ് കുട നിർത്തു. അവിടെ വോളിറ്റിയൂറ കൂടി നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷനായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ ഒരിക്കലും കൊടുക്കല്ലായിരുന്നു. യഥാർത്ഥമായിട്ട് ഈ ഒരു MLA ഉള്ളെങ്കിലും പ്രതിപക്ഷ നേതൃത്വം കൊടുക്കേണ്ട CPI-ക്കാണ്. ഇവർക്ക് അർഹതയില്ല. ഇവർ 10 വർഷം കയറിയിരുന്ന ഈ ഘടകകക്ഷികളെല്ലാം ഇല്ലാതാക്കി വരുതിക്ക് നിർത്തി അവര് ഇല്ലാത്ത രീതി ഭരിച്ച് കുടിച്ച് ഖജനാവും പിടിപ്പിച്ച് അഴിമതി നടത്തി, മാസപ്പടിയും മേടിച്ച്, കൊള്ളയും നടത്തി, മറിയും എല്ലാം നടത്തി. യഥാർത്ഥമായിട്ട് ഈ CPM-ന് ഉള്ളവരെ ആ മുന്നണി തന്നെ ഈ CPM വിട്ടുപോകണം. ഇത് കൊടുക്കേണ്ടത് K. രാജനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ട് വേണ്ടത്. ഞങ്ങൾ കോൺഗ്രസ്സുകാരാ. ഇവർക്കൊന്നും അതിന് അർഹതയില്ല. ഈ CPM-കാർക്ക് അർഹതയില്ല. ഇപ്പം തന്നെ കാണിക്കുന്നുണ്ടല്ലേ? ഇപ്പം തന്നെ നിങ്ങളെല്ലാം കണ്ടതല്ലേ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കോൺഗ്രസ്സുകാരെ എല്ലാം എന്തെല്ലാം ആക്ഷേപിച്ചു. ഞങ്ങളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ, നമ്മുടെ മുഖ്യമന്ത്രിയെ നിങ്ങൾ ഈ മാധ്യമങ്ങളെ കൂടി എന്തെല്ലാം ആക്രമിച്ചു. ഈ പിണറായി വിജയന്റെയും ഭാഗത്ത് ഇട്ട് ഈ MP ഗോവിന്ദനെ മാറ്റി കേട്ടോ. നിങ്ങൾ പറയണം, MP ഗോവിന്ദനും പിണറായിനും വേദാന്തികൾ ഈ പ്രാവശ്യം CPI-ക്ക് പ്രതിപക്ഷ നിർവ്വഹണം കൊടുത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം CPM-ന് ഒരു സീറ്റും CPI-ക്ക് 4 സീറ്റും. ശ്രീ ജോസഫാണ് മൈസൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രതിപക്ഷത്ത് ഒരു ഉപനേതൃസ്ഥാനം തീരുമാനിക്കാൻ കഴിയാതെ നിൽക്കുന്നത് നാണക്കേടല്ലേ? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. എന്നെ സംബന്ധിച്ചിടത്തോളം 1-2 കാര്യങ്ങൾ ഇതിനെ അടിസ്ഥാനമായിട്ട് പറയാം. അതായത് ഈ എല്ലാ കാലത്തും വലിയേട്ടൻ നയമാണ് CPM നടത്തിക്കൊണ്ട് പോകുന്നിരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ 10-15 വർഷമായിട്ട് അത് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് അത് പിണറായിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിണറായിയെ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ED-യുടെ അറ്റാക്കിനെ പറ്റി നേതാക്കന്മാരൊക്കെ പറഞ്ഞു തന്നെ പിണറായി അറ്റാക്ക് ചെയ്യുന്നു. ഇത് പിണറായി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നോട് ഒരു അക്ഷരം ചോദിച്ചില്ല, അവർ വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു, ഞാനവിടെ വെറുതെ ഇരിക്കാൻ എന്നൊന്നും ചോദിച്ചില്ല. അപ്പം ഈ പിണറായിയുടെ മകളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ED വന്നിരുന്നതിന്റെ പേരില് ഈ CPM-കാർ എന്തെല്ലാം കാട്ടിക്കൂട്ടിയത്. അപ്പം
ഇവര് മസിൽ പവർ കൊണ്ടാണ് അവര് കാര്യങ്ങൾ നടന്നത്. ഇപ്പൊ ഉപനേതാവിന്റെ സ്ഥാനം കൂടെ അവരുടെ കൈ വെക്കുകയാണെങ്കിൽ അതിന് മാത്രം മസിൽ പവർ എടുക്കുക. പിന്നെ ഇവരുടെ തോൽവിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ഞാനൊരു റിസർച്ച് നടന്നു എനിക്ക് മനസ്സിലാക്കിയതെന്ന് വെച്ചാല് ഈ CPM-ന്റെ ഫോളോവേഴ്സ് പണ്ട് അവരുടെ ദേശാഭിമാനിയും കൈരളി ചാനലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയ വളരെ പവർഫുൾ ആയപ്പം അതാ ഈ കടക്കു പുറത്ത് ചാനലുകാരെ പുറത്ത് ചടിക്കുന്നു, നികൃഷ്ട ജീവിതം വിളിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 80-90 വയസ്സായിട്ടുള്ള വല്യമ്മച്ചിമാരുടെ കയ്യിൽ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞ തവണ വിജയിച്ചത്. അതും ഇപ്പോഴത്തെ പരാജയമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയാം, അത് അംഗീകരിക്കാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇത്രയും എഫക്റ്റീവായിട്ട് ഞാനിപ്പം നമ്മുടെ പല ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ശരാശരി 1 മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കട്ട് അക്രോസ് കൊച്ചു കുട്ടികൾ മുതൽ ഒരു 15 വയസ്സ് പ്രായം മുതൽ 90 വയസ്സ് വരെ ആൾക്കാർ വരെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ വീണ വിജയന്റെ കാര്യത്തിൽ പാർട്ടി നേതാക്കന്മാർ വന്ന് ചാനലിൽ ഇരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് പറയും. പക്ഷേ ഈ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങള് ഇവർക്ക് ഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം അവർക്ക് മനസ്സിലായി ജനങ്ങള് ഈ CPM-ന്റെ ഈ അടിച്ചമർത്തിക്കൊണ്ടുള്ള മെമ്പർഷിപ്പ് കൊടുത്ത അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അത് നടക്കുകയില്ലെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പം ഈ പരാജയങ്ങൾ വന്നിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവിടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നുണ്ട്, നേതാക്കന്മാർ പറയുന്നു ഒരു ജനവികാരമായിരുന്നു, ഒരു മോബായിരുന്നു. അവിടൊന്നും അല്ല. അവിടെ വന്നിരുന്ന കുറെ DYFകാരും കുറെ ക്രിമിനലുകളും ആണ് അവിടെ വന്നിരുന്ന ഈ ഇവരെ അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിനകത്തുള്ള ആൾക്കാരെ ചിലപ്പോൾ ഒരു തീ വെച്ച് കൊല്ലാൻ വരെ തയ്യാറായിട്ട് ഉള്ള ലെവലിൽ അവിടെ വന്നത്. അപ്പം ഇതാണോ ചെയ്യേണ്ടത്? ഇത് ഇത്രയും തോൽവി വാങ്ങിച്ചു കഴിഞ്ഞിട്ടും അവർ പഠിക്കുന്നില്ല, ഒരു പാഠം പഠിക്കുന്നില്ല. ഇപ്പം യഥാർത്ഥത്തിൽ CPM വിളിച്ചു കൊടുക്കണം CPIക്ക്. പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുള്ള നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് അവരെ ചുട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് വെക്കുക. ഇപ്പൊ CPIക്കാർ പൊതുവെ സാധുക്കളാ, നമുക്ക് മനസ്സിലാവും. അപ്പം അവരെ കൂടെ കൂട്ടിക്കൊണ്ട് തിരിച്ച് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിന് പകരം അതുകൂടെ മേടിച്ച് ഇവരുടെ പോക്കറ്റ് വെക്കാനാണ് ഇവർ നോക്കുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നങ്ങളെന്ന് എനിക്ക് തോന്നുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ പരാജയപ്പെട്ടു, പരാജയത്തിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്നു, പക്ഷേ അതിനിടയിൽ തീരുമാനമെടുക്കേണ്ട ഒന്നാണ് പ്രതിപക്ഷ ഉപനേതൃ പദവി. അതിൽ CPM-നും CPIക്കും തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമസ്കാരം ജി. നമസ്കാരം. സത്യത്തിൽ CPI എന്ന് പറയുന്നത് തന്നെ നമ്മൾ LDF-ൽ ഒരു ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമാണ്. നമ്മളിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നത് കൊണ്ട് പറയാണ്. CPI എന്ന് പറഞ്ഞാൽ അതൊരു സംസ്ഥാന തലത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു പാർട്ടി മാത്രമല്ല, അതൊരു ദേശീയ തലത്തിൽ തന്നെ ആ പാർട്ടിക്ക് അതിൻ്റെതായ ഒരു മൂല്യമുള്ള ഒരു പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ശരിക്കും CPIക്ക് ഒരു ഉപനേതാവ് സ്ഥാനം, പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുത്താലൊന്നും തെറ്റില്ല, അത് കൊടുക്കണം. പക്ഷെ അത് കൊടുക്കാതിരിക്കൽ ഇവരുടെ വലിയേട്ടൻ മനോഭാവമാണ്. പക്ഷെ ഇതിന് ചെറിയൊരു ഇത് എന്താണെന്ന് വെച്ചാൽ CPIയുടെ ഭാഗത്തുനിന്നുണ്ട്. CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് അവരെ വല്ലാതെ അനുസരിച്ച് മാത്രം നീങ്ങിക്കൊണ്ട് നിന്നതാണ്. പക്ഷെ CPI പിന്നെ പ്രത്യേകിച്ച് പിണറായി തീരെ അനുസരിക്കാതിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആരാണ്? വില്യം ഭാർഗവൻ. അത് വളരെയേറെ ഭംഗിയായി നിർവഹിക്കുക. അങ്ങനെയൊക്കെ അന്നേരം CPIൻ്റെതായ ഒരു പവർ ഉണ്ടായിരുന്നു. ആ പവർ പിന്നീട് വന്ന CPIന്റെ സംസ്ഥാന നേതാക്കന്മാർക്ക് ആർക്കും ഇല്ലാതെ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവർ അവര് പറയുന്ന അനുസരിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ഇതിലിപ്പോ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുമ്പോ അത് LDF-ഉം ഈ പറയുന്ന പോലെ LDF എന്നല്ല CPM-ഉം CPI-യും കൂടി തീരുമാനിച്ചത് സാവകാശം എടുക്കുന്ന അത്ര വലിയ നിയമസഭയിൽ മലമറയ്ക്കുന്ന ഒരു സംഭവം ഒന്നുമില്ല. ഇപ്പൊ ഈ മുഖ്യമന്ത്രി സ്ഥാനം എത്ര ദിവസം പിടിച്ചു? ഇനിയിപ്പോ അതൊക്കെ പോട്ടെ, ഈ ഇലക്ഷൻ നടക്കുന്നവരെ ഈ പൂകിമാൻ, അതായത് പൊന്നുമാൻ അല്ലെങ്കിൽ സതീശൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സത്യം പറഞ്ഞ ജനങ്ങളെ അങ്ങോട്ട് വഞ്ചിച്ച് ഇപ്പൊ എന്താണ് നിങ്ങളെ കാണുമ്പോ
പണ്ട് സിനിമ ജഗതി ഒരു നാട്യമൊക്കെ കാണിച്ചു. ശ്രീ രാജൻ, ഞങ്ങളെ കാണുമ്പോൾ എന്താണ് കുഴപ്പം? ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ലേ? അദ്ദേഹം മാധ്യമങ്ങളെയൊക്കെ കാണുന്നുണ്ട്, അതിലൊന്നും യാതൊരു എവിടെയാണ് കാണാതെ? അദ്ദേഹം മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് കൃത്യമായി മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. വഴിയിലൂടെ അദ്ദേഹം പോകുമ്പോൾ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ചോദ്യം ചോദിക്കും. അതിന് മറുപടി പറയണോ വേണ്ട തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അവരാണ്. അവര് പരിപാടി പറഞ്ഞില്ല. അതിലൊരു കുഴപ്പം അല്ല, ഞാൻ പറയട്ടെ, അവിടെ ഇതുവരെ അങ്ങനെയായിരുന്നു. ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ ഭാഷയൊന്നും അത്ര നല്ല ഭാഷയല്ല. ഈ മട്ടിൽ ഭാഷയിലൊക്കെ സംസാരിച്ചത് കൊണ്ടാണ് ആളുകൾ LDF ഈ പരാജയം, അല്ലാതെ ഭരണത്തിന്റെ ഏതെങ്കിലും കുഴപ്പമുണ്ടല്ല. ഈ മട്ടിൽ താങ്കളെ പോലുള്ള ആളുകൾ നിരന്തരം ജനങ്ങളുമായി സംസാരിച്ചത് കൊണ്ടാണ് ആളുകൾ ഇടതുപക്ഷത്തിനെതിരായി തീർന്നത്. അത് താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അല്ലല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. രണ്ട് തോൽവി ഭംഗിയായിട്ട് അംഗീകരിക്കുന്നു. കാരണം ഒന്ന് അന്വേഷിച്ചാൽ മതി. പറഞ്ഞോളൂ. ഞാൻ 2 സമയം LDF ഭരിച്ചു, ഇപ്രാവശ്യം കോൺഗ്രസ് ഭരിക്കട്ടെ എന്ന് പൊതുജനം ഭംഗിയായിട്ട് തീരുമാനിച്ചു. അവിടെ ഈ LDF ഗവൺമെന്റ് 2 ടൈമിലെ ഭരണത്തെ പറ്റി എന്താണ് ഒരു കുറവ് വന്നിട്ടുള്ളത്? എന്താണ് ആയിക്കോട്ടെ, തോൽവി വിജയം എപ്പോഴായാലും 2 ഭാഗത്തുണ്ടാവില്ല. അത് ഒരു മാറി നിൽക്കേണ്ടി വരും, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതുവരെയുള്ള സതീശനാണോ മുഖ്യമന്ത്രിയാണോ നിങ്ങളുടെ അങ്ങനെ ഒരു പ്രത്യക്ഷമായ മാറ്റം? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ട് മറുപടി തന്നിട്ടാണോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നുണ്ട്. എല്ലാ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ നേതാക്കളും മറുപടി നൽകത്തൊന്നുമില്ല. ശ്രീ രാജൻ ഒന്ന് കേൾക്കൂ. കഴിഞ്ഞ പിണറായി മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് വരെ കേരളത്തിൽ കഴിഞ്ഞൊരു 10-30 വർഷമായി മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് മാധ്യമങ്ങളെ അറിയിക്കുമായിരുന്നു. ഓരോ ആഴ്ചയും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മാധ്യമങ്ങൾ അവസരം ഉണ്ടായിരുന്നു. അതിൽ ചിലർ എല്ലാത്തിനും മറുപടി പറയും, ചിലർ കുറച്ച് ചോദ്യത്തിന് മറുപടി വരും, ചിലർ ഒഴിഞ്ഞു മാറും. ഇതൊക്കെ എത്രയോ കാലം, അത് EK നായനായാലും VS അച്യുതാനന്ദനായാലും K കരുണാകരനായാലും AK ആന്റണിയായാലും ഉമ്മൻചാണ്ടി ആയാലും ഒക്കെ ഇവരൊക്കെ ഒഴിഞ്ഞു മാറുകയും ഇതൊക്കെ ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അല്ല രാഷ്ട്രീയക്കാരെല്ലാത്തിനും ഉത്തരം പറയുമെന്നൊന്നും ഒരു കാലത്ത് ഒരു നേതാവും പറഞ്ഞിട്ടില്ല. സതീശൻ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്, മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ അതിന് മറുപടി നൽകുന്നുണ്ട്. അല്ലാതെ എല്ലാ ചോദ്യത്തിനും എല്ലാ മറുപടി നൽകുന്ന ഒരു മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിൽ എങ്ങും ഉണ്ടായിട്ടില്ല. അല്ല, അത് ശരി. ഇന്നലെ മാധ്യമങ്ങൾ അവസാനം ഒരു സ്ത്രീ, അത് ജയത മീഡിയ എനിക്കറിയില്ല, ഒരു ചോദ്യം ചോദിച്ചപ്പോ ഇതുവരെ താങ്കൾ ഉറങ്ങായിരുന്നു എന്ന് ചോദിച്ചതിന് താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അത് പറയും വ്യക്തമായി. ഞാൻ ശ്രീ രാജൻ അത് കേൾക്കൂ. ആളുകൾക്ക് ഇപ്പോൾ സതീശൻ മാധ്യമങ്ങളോട് കുറെ കൂടി നന്നായി ഇടപെടാൻ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞുള്ള പതിവ് വാർത്താ സമ്മേളനം അദ്ദേഹം ഒഴിവാക്കി. ആ സമയത്ത് അതുകൊണ്ട് ഒരാഴ്ചയിലോ 2 ആഴ്ചയോ ചിലപ്പോൾ അദ്ദേഹം എത്രയോ കാലം ഈ പരാജയത്തിന് ശേഷം അദ്ദേഹം ഇന്നലെയല്ലേ ആദ്യമായി മാധ്യമങ്ങളെ കാണുന്നത്. പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ മാധ്യമങ്ങളെ കണ്ട് പറയണ്ടേ ഞങ്ങൾ പരാജയം അംഗീകരിക്കുന്നു, എന്താണ് പരാജയ കാരണം അത് പറയണ്ടേ? അതൊന്നും പറയാതെ ഇന്നലെയല്ലേ അദ്ദേഹം ആദ്യമായി കാണുന്നത്. അതിന് ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അല്ല, അങ്ങനെയല്ല. ഇത് പാർട്ടിയായിട്ട് ആലോചിച്ച് അതിന്റെ നടപടികൾ പറയുന്ന പിണറായി ആണോ ഇതിനെ തീരുമാനം എടുക്കുക? ഒരു മിനിറ്റ്, 68-72 ആയിരുന്നല്ലോ 2011 ഉണ്ടായ അവസ്ഥ. ആ 2011 വോട്ടെണ്ണി തീരുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദൻ വന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ പരാജയം അംഗീകരിക്കുന്നു. അപ്പുറത്ത് നിന്ന് ആരെങ്കിലും ഇപ്പുറത്ത് പിടിക്കാൻ നോക്കുമോ? ഇല്ല, ജനവിധി അവർക്ക് അനുകൂലമാണ്, ഞങ്ങൾക്കെതിരാണ്, ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു, അവരുടെ ഭരണത്തെ അംഗീകരിക്കുന്നു. അങ്ങനെയായിരുന്നു അതിനു മുമ്പ് നയനാർ ഉണ്ടായിരുന്ന കാലത്തും എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രിമാർ നേരിട്ട് ആര് ഭരിച്ചാലും അവർ നേരിട്ട് വന്ന് പരാജയം ഉണ്ടെങ്കിൽ പരാജയം, വിജയമുണ്ടെങ്കിൽ വിജയം, അത് അംഗീകരിക്കും. അത് പറയണം എന്നുള്ള സാമാന്യമായി ആരും ആഗ്രഹിക്കുന്നതാണ്. അല്ല, അത് സഖാവ് പിണറായി തന്നെ പറയണമെന്ന് തീരുമാനമാണ്. പിണറായി അല്ലാതെ പറയുന്നത് ആരാണ്? അല്ല, പാർട്ടിയുടെ കാര്യം എന്താ ഗോവിന്ദ മാഷക്ക് പറഞ്ഞാൽ പറ്റില്ലേ? ശരി, ഓക്കെ. ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരൊക്കെ അല്ലാതെ ഒരു വാദിയെ അധിക്ഷേപിക്കുന്ന പോലെ പറയരുത്. ഞാൻ പറഞ്ഞില്ല ശ്രീ രാജൻ, താങ്കളാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് പിണറായിയെ കുറിച്ച് പറഞ്ഞാലും ഞാൻ പറയാം അത് തെറ്റാണെന്ന് പറയും. ഒരാളെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. താങ്കൾ പൊന്നുമോനെ എന്നൊക്കെ വിളിച്ചത് ഏത് അർത്ഥത്തിലാണെന്ന് തിരിച്ചറിയാൻ സാമാന്യ മര്യാദയുള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മലയാളിക്കും അറിയാം. അതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് രാജനെ പോലുള്ള ആളുകളാണ് ഈ കൊള്ളാവുന്ന ഒരു ഭരണത്തെ ഈ പരുവത്തിലാക്കി തോൽപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. താങ്കളെ പോലുള്ള ചില പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ അനുഭാവികളോ ആളുകളാണ് സാമാന്യ ജനത്തിനടുത്ത് ഈ പാർട്ടിയെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു താങ്കൾ ഒരു 10 പേരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 വോട്ട് കൂടി പോയി കാണാം പാർട്ടിക്ക്. അത് നിങ്ങൾക്ക് എങ്ങനെ ചാനല് അല്ലാതെ ചാനലായാലും മീഡിയ അതിലെന്തും നോക്കിയോളൂ.
സതീശൻ ചിരിക്കുന്നു, കോമാളി വേഷം കിട്ടുന്ന പോലെ ചിരിക്കുന്നു. ആരാണ് കോമാളി? എങ്ങനെയാണ് മുഖ്യമന്ത്രി കോമാളി വേഷം കിട്ടുന്നത്? മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാം. ശരി, ഓക്കെ. എന്തായാലും ഞങ്ങളുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വീറോടുകൂടി അതല്ല ഈ രാജനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് ഒരു ആർക്കെതിരെയും രാഷ്ട്രീയ വിമർശനം, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാം, അതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല. അതിന് പറഞ്ഞ വാക്ക് തെറിയല്ലാത്തത് കൊണ്ട് അത് തെറിയല്ലാതാവുന്നില്ല. അതിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ മലയാളിക്ക് കഴിയുന്നുണ്ട്. ഇത്തരം ആശയപ്രകടനങ്ങൾ ആരായാലും അത് ഏത് പാർട്ടിക്ക് വേണ്ടി ആര് നടത്തിയാലും ആ പാർട്ടിയെ മോശക്കാരാക്കും. ഇത്തരക്കാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ടുള്ള മോശം ഉണ്ടാകുന്നത് അവരനുകൂലിക്കുന്ന പാർട്ടിക്കാണ് എന്നത് അവർ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതിന് ഏത് പാർട്ടിയുടെ ആളുകളായാലും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. വൈകിയതിൽ കുഴപ്പമില്ല എന്നും അങ്ങനെയല്ല, ഉപനേതൃസ്ഥാനം CPIക്ക് കൊടുക്കണം, അവർ അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞവരും CPM തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട്. എന്തായാലും അത്തരം വ്യത്യസ്തമായ വൈവിധ്യമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.